brothers and sisters over here for the first day of the 3-day meeting that is organized by Brother Nasruddin Kuwait. This is going to be a Bible study, and may the God's blessings be there upon us as we have dear evangelist James and Thomas with us, who will be teaching us from the Word of God. And as we start the meeting, let's look upon the Lord in prayer. I would like to call Brother Stanley Johnson to lead us in prayer. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നന്ദിയോടെ കർത്താവേ, ജീവിതത്തിന്റെ സമയത്ത് ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവ് നന്ദിയുടെ ഹൃദയമായിട്ട് ക്രിസ്തുവിൽ കടന്നു പോകാൻ അടികളെ സഹായിച്ചതിനായിട്ട് കർത്താവെ സ്തോത്രം. ദൈവമേ, അങ്ങനത്തെ കരുണുള്ളവരും മത്സരമുള്ളവരും മഹാദിയുള്ളവരുമാണ് കർത്താവെ. ജീവിതത്തിന്റെ ദയയും പരിപാലനവും കൃപയും അനുഭവിച്ചുകൊണ്ട് ഇന്നും പാർക്കാനും അടിമുക്കുകയും പല നിലകളിൽ അയപ്പാനും ഈ നിലയിൽ കർത്താവെ സന്ധ്യാസമയത്ത് ശാന്തമായ അന്തരീക്ഷത്തിൽ കർത്താവിന്റെ വചനം സ്വരൂപാനാക്കുന്ന കർത്താവെ അടികളെ കൂട്ടിക്കൊണ്ട് വരുകയില്ലോ. അതിനായിട്ട് കർത്താവെ സ്തോത്രം. പ്രിയപിതാവെ, അടികളെ അങ്ങനെ ആശ്രയിച്ച് കർത്താവ് ഈ സീരീസ് ഓഫ് ബൈബിൾ സ്റ്റഡി ക്രമീകരിച്ചിരിക്കുന്നു. പ്രിയ കർത്താവിന്റെ അങ്ങയുടെ വലിയ ദാസൻ പ്രിയ ജെയിംസ് തോമസ് കർത്താവെ അടികളുടെ ഒത്തിരി കടന്നുകൊണ്ടുള്ള കർത്താവെ പരിപാടിയെ തന്നെ ഞങ്ങളുടെ അടുത്തേക്ക് അങ്ങ് അയച്ചിരിക്കുന്നു. അതിനായിട്ട് കർത്താവിന്റെ സ്തോത്രം. പ്രിയപിതാവെ, ഞങ്ങളുടെ ഒരുക്കമുള്ള ഹൃദയത്തോടുകൂടി കർത്താവെ ഞങ്ങളുടെ അങ്ങയുടെ വചനം ഞങ്ങളുടെ കാതുകളിൽ കേൾക്കുമ്പോൾ പ്രിയപിതാവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ താഴ്ത്തി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കി കർത്താവെ അത് സ്വീകരിപ്പാൻ അത് മനസ്സിലാക്കുവാൻ അതനുസരിച്ച് കർത്താവിന്റെ ജീവിതം കർത്താവെ കുറച്ചുകൂടി അങ്ങേക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായിത്തീരുവാനാക്കണം. അങ്ങനെയാക്കണമേ സഹായിക്കുന്ന പ്രാർത്ഥന കർത്താവെ. ഒരു ദാസനെ അങ്ങനെ പ്രകടിപ്പിക്കുന്നു. കർത്താവ് വചനം കൊടുത്തിരിക്കുന്ന കർത്താവിന്റെ സ്തോത്രം. കർത്താവെ അത് അടികൾക്ക് വേണ്ടുന്ന നിലയിൽ കർത്താവ് വിളമ്പുവാൻ തക്കണം. അങ്ങനെയാക്കണമേ സഹായിക്കുന്ന പ്രാർത്ഥന കർത്താവെ. അതുപോലെ ഗാന ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ട പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കർത്താവെ എല്ലാ പ്രബലം ദാനം ചെയ്യണം. അതുപോലെ അടികൾ അനേക പ്രിയപ്പെട്ടത് പല സ്ഥലങ്ങളിൽ കടന്നുവരേണ്ട ആവശ്യമുണ്ട്. പലരും വഴിവെക്കുകയായിരുന്നു കർത്താവെ. അവർക്ക് തക്ക സമയത്ത് കർത്താവെ ക്ഷേമത്തോടെ കർത്താവെ ഇപ്പോഴെത്തുവാനും ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ അങ്ങയുടെ വചനം മനസ്സിലാക്കി പഠിച്ച് കർത്താവ് സന്തോഷിച്ച് ഇവിടുന്ന് പെരുമാറണം. അങ്ങനെയാക്കണം പ്രാർത്ഥിക്കുന്നു. ഒരു ആദ്യമേ അങ്ങ് ഞങ്ങളുടെ സഹോദരമാണ് കർത്താവെ. കർത്താവ് ഞങ്ങൾക്കൊക്കെയും അങ്ങയുടെ മക്കളായിട്ട് ജീവിപ്പാനാക്കണം. ഈ ഭൂമിയിൽ തരുന്ന സാവകാശത്തിന്റെ കർത്താവെ സ്തോത്രം. കർത്താവൊക്കെയും അങ്ങയുടെ ഒരു ദാനമാണ്. കർത്താവിന്റെ നിമിഷം അല്ലെങ്കിൽ അങ്ങയുടെ ദാനം അനുഭവിക്കുന്ന കർത്താവെ ആ രീതിയിൽ ഇന്നും ദൈവമേ ആ ദാനം അങ്ങയുടെ കൃപ അങ്ങയുടെ ദയ അങ്ങയുടെ കരുണയൊക്കെ അനുഭവിച്ചുകൊണ്ട് ഇന്നും കർത്താവ് ഈ സന്ധ്യാസമയവും അടിയങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കി അങ്ങയുടെ സംഘടിപ്പാണ്ടാക്കണം. കർത്താവ് അടിയങ്ങളെ സഹായിക്കണം, ഇടയാക്കണം പ്രാർത്ഥന. ഞങ്ങളൊക്കെയും നിങ്ങൾ സംസാരിക്കണം, ഇടയാക്കണം പ്രാർത്ഥന. കർത്താവ് എല്ലാ അനുഗ്രഹങ്ങളുടെ കർത്താവ് സ്തോത്രം. ഇതിന്റെ വഴി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് മറ്റുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട ഓർക്കുന്നു കർത്താവ്. അവരോടൊക്കെയും കരുണ കാണിക്കണം, ദയ കാണിക്കണം, അപേക്ഷിക്കുന്നു കർത്താവ്. അടിയങ്ങളെ കർത്താവ് സഹായിക്കണമേ. ജീവിതങ്ങളുടെ സഹോദരങ്ങൾ പ്രാർത്ഥന സഹായിക്കണം. എല്ലാവരുടെ കർത്താവ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഒരു കൂടി വായിപ്പാനും അത് മാർഗം കർത്താവിനെ മോഹപ്പെടുത്താനും അങ്ങനെ നമ്മെ സഹായിക്കും പ്രാർത്ഥിക്കുന്നു. സകലമാനബോധം നമ്മുടെ പരിവാർ കർത്താവിന്റെ കർത്താവെ എല്ലാം ഞങ്ങൾക്ക് ജീവനെ വിളിക്കുക കർത്താവിഷ്ടമായ യേശു ക്രിസ്തുവിന്റെ വിലയേറെ നാമത്തിൽ തന്നെ. Now the choir will join together to lead us in the singing. It's always a joyful time to sing to the Lord and to praise Him for His mightiness. And as we go into the time of Bible study, it is always good to get along spiritually, remembering how wonderful the God is towards us. So I call upon the choir to help us in singing, and we'll all join together to sing the songs. The first song we will be singing is from Malayalam, Krivayerum Kartavilan Vishwasam. The song
number is 347 from spiritual hymn. As we sing of the grace, its sufficiency, and we will remember that in all circumstances and opportunities, it is only God's grace that is keeping us. Even through our weaknesses, He is our strength, and the one who keeps us in His hand. Let's remember Him and His grace towards us through the song Kripayarum Karthavil Vishwasam. ശ്വാസം ദുരിതങ്ങൾ നിറയുമി ഭൂവാസം കൃപയാൽ മനോഹരമാ കൃപയൊന്നാശ്രയമാ കൃപയൊന്നാനന്ദമാ വൈകൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്ന്
join together in singing. And next is praise and worship song, where we can see the wonderful day that God has made. So let's all join together to sing. Oh, what a wonderful, wonderful day. Day I will never forget. Song number 110 in the hymn book. Spiritual hymns 110. Jesus, my Savior, I met. Oh, what a tender, compassionate friend. He met the need of my heart. Shadows dispelling with joy, I am telling. He made all the darkness depart. Heaven came down and glory filled my soul. A song with eternal hope, where we again say that we trust the Creator, the one who blesses with His goodness and who has
who is the help and the grace which is performed miraculously. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രം എന്നുള്ള ഗാനം പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആത്മീയ ഗീതങ്ങളിൽ 1203 1203. വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. ആകാശഭൂമികൾക്കെല്ലാം അതിനേതുവായവൻ നീയേ. ആകാശഭൂമികൾക്കെല്ലാം ആശ്രയം നിന്നിലായ
we surely have had a wonderful time to see that the God is midst us, and we have great joy to welcome all the dear ones to this special Bible study meeting. As an introduction, as I told, this is the first day of the 3 days of Bible study, and we have brothers from various assemblies also joining us, and we welcome each one of you in the name of BAK Assembly and in my personal behalf. It is great joy to come together to study the Word of God, and for sure we had a wonderful day today, and we have had countless blessings that was bestowed upon us by our Redeemer. And despite of all the challenges and the demands of our daily lives, today also we had a gracious day in our duty of works or at a place of study and all our various activities that we have been endured. And above and midst of all, God has wonderfully kept us. And we can only say praise and thanks unto that Master who is our Lord and Savior. And we once again, with great joy, we warmly welcome Evangelist James M. Thomas, an evangelist from Nedumasheri Brethren Assembly, who have been with us proclaiming the love of God, emphasizing on the great truth. And today we have the theme for the Bible study, striving together for the faith of the gospel of Christ, which encapsulates the essence of the journey as a follower of Christ. It calls for a duty of unity and perseverance, and we will be hearing from the Word of God. And may God grant the wisdom and the clarity to the dear brother and the translator, that God may enable them to communicate the message with power and conviction. And may our hearts be opened and our mind be attentive and our spirit be receptive to the truth that will be shared tonight. And may the word speak to us. And I call upon the dear brothers to lead us in the next 1 hour. And before that, for the meeting's blessings, I call upon Brother Bobby from Hardin Assembly to lead us in prayer. Merciful, gracious, our loving Heavenly Father, we thank you and we praise you for this blessed evening that you have granted us. Oh, great and mighty, throughout the day, we were at different places. Our children went to school, we went to office, we were driving. In each and every situation, you carried us, Heavenly Father. And this evening, as we were planning and we were praying, you brought your children this evening, we thank you, Father. It's not by chance we have all gathered, because we are your children, and you have a precious divine plan, and we are in your precious divine plan. We thank you, Father, this evening, that you have granted us this opportunity to hear thy words through your servant whom you brought, Heavenly Father, from India. Oh, great and mighty, we thank you this evening, this 1 hour session, Heavenly Father, as we sit into thy presence. You talk to us. You open our ears so that we can hear your voice this evening. You open our mind so that we can have the eternal wisdom, Heavenly Father. Open our heart that we can know the love, the great love that was manifested in the Calvary cross. We can feel that love this evening. Open our spirit, Father, so that we can see that you're guiding us. Great and mighty, as we sit in thy presence this evening, and each one of us, Father, let this evening be an opportunity, Lord, for each one of us to restore our life, those are backsliding. And above everything, Father, strengthen our spiritual life. Help us, Lord, to renew once again
As a Heavenly Father, this evening our servant shared the message, O Lord. Blessing of God from the heaven, the way that you want us to hear the words of Heavenly Father. Strengthen your servant, O Lord. Praying for the brother who is going to translate it. Give him out the vocabulary and everything that is required, Heavenly Father, so that he can share the atmosphere this evening, Lord. We surrender ourselves this evening, Lord. All the glory and power belongs to you, Father. We submit to the precious name of our Savior, Lord Jesus Christ. Please to listen to our prayer. Amen. സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുവാൻ അതിയായ സന്തോഷമുണ്ട്. Dear brother extends his warm greetings to all of you. പ്രധാന അസംബ്ലിക്ക് കുവൈറ്റ് ക്രമീകരിച്ചിട്ടുള്ള ഈ 3 ദിവസത്തെ ബൈബിൾ സ്റ്റഡിയുടെ പ്രാരംഭ രാത്രിയിൽ കർത്താവ് തരുന്ന നന്മകൾക്കായി ദൈവത്തെ സ്തുതിക്കാം. We praise God for the chance, for the grace the Lord has given for this period Bible study. Also by the ജോലിയുടെ മറ്റു തിരക്കിന്റെ മധ്യയിലും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. We praise God that despite the work schedules, that all of you were able to find time to come for praise. ഈ 2-3 രാത്രികൾ ദൈവം നമുക്ക് വളരെ പ്രയോജനപ്രദമായി തീർക്കേണ്ടതിന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray that the Lord will enable the messages that they come forth in the next 3 days. ഈ അസംബ്ലിയിൽ നിന്ന് മാത്രമല്ല മറ്റുള്ള സ്ഥലം സഭകളിൽ നിന്നും പ്രിയപ്പെട്ടവർ വന്നിട്ടുണ്ട്. നിങ്ങളെ കാണുമ്പോൾ ഏറെ സന്തോഷം ഹൃദയത്തിലുണ്ട്. We are greatly encouraged and happy that our dear brothers from neighboring assemblies have also joined us. ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് സഭയുടെ എൽഡേഴ്സിന്റെ അനുവാദത്തോടെ നെടുമ്പാശ്ശേരി സഭയെ പറ്റി മറ്റ് സ്ഥലങ്ങളിൽ പറഞ്ഞത് ഒന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. Before we get to the topic, dear brother wants to talk about the Nedumbasheri Assembly. കർത്താവിന്റെ കൃപയാൽ 2010 ഞാൻ നെടുമ്പാശ്ശേരിയിൽ പ്രവർത്തിക്കാനായിട്ട് ചെല്ലുന്നത്. Dear brother started working in the Nedumbasheri Assembly from the year 2010 onwards. എന്നെ കമന്റ് ചെയ്തിട്ടുള്ളത് അടൂര് കിളിവേൽ റഹബോത്ത് അസംബ്ലിയാണ്. He has been commended into the ministry by Adur Kilivel Assembly. അതിനുശേഷം ആദ്യത്തെ 5 വർഷങ്ങൾ കോയമ്പത്തൂരിൽ കർത്താവിനെ ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ നൽകി. And then he was working in Coimbatore for about 5 years. 2013 ജനുവരി മാസം 26-ാം തീയതിയാണ് നെടുമ്പാശ്ശേരിയിൽ ഒരു കൂടിവരവ് കർത്താവ് സ്ഥാപിക്കുന്നത്. And the Lord enabled a gathering in the year 2013, January 26th at Nedumbasheri. നിരവധി പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ ഒരു പുതിയ സ്ഥലം എന്ന നിലയിൽ അവിടെ അഭിമുഖീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ദൈവത്തിന് അറിയാവുന്ന വിഷയമാണ്. There is a lot of opposition and troubles that they had to establish ministry over there. പ്രിയ ബ്രദർ ഇവിടെ ഉണ്ട്. അതൊക്കെ ഞാൻ പറയുന്നത് നേരിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. There are many dear brothers who know about the difficulties that they faced over there. എന്റെ ചിന്തയനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയത് ഒരു പയനിയർ വർക്കർ എന്ന നിലയിൽ As a pioneer worker over there, dear brother understands this. സാത്താൻ ഇരിക്കുന്ന സ്ഥലമാണ് നെടുമ്പാശ്ശേരി എന്ന് പറയുന്നത്. Nedumbasheri is a place where Satan sits over there. അത് കർത്താവിന്റെ വയലിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രം മനസ്സിലാകുന്ന ഒരു വിഷയമാണ്. That's something that you can understand only when you get into the fields of labor. ഈ പൊതുസദസ്സിൽ ഞാനത് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. He doesn't want to expand upon that. കഥകളിൽ മാത്രം ഞാൻ കണ്ടിട്ടുള്ള പല വസ്തുതകളും അവിടെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് ആർക്കെങ്കിലും അറിയണമെങ്കിൽ പിന്നെ രഹസ്യമായിട്ട് പറഞ്ഞു തരാം. There are many things that he saw that he's seen only in books and stories. If anybody wants to know, you can ask privately. ആദ്യത്തെ ചില നാളുകൾ ഞങ്ങൾ ഈവനിങ് വർഷിപ്പ് ആയിട്ട് അത്താണി ജംഗ്ഷനിൽ ഒരു ബിൽഡിങ്ങിന്റെ മേളിലാണ് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരുന്നത്. The first couple of years they got together in Athani Junction and the building of. ഈ 4 നില ഞങ്ങള് ഈ ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞങ്ങൾ ഈ പായൊക്കെ പിടിച്ചുകൊണ്ട് മേളിലോട്ട് നടന്ന് കയറാറുണ്ടായിരുന്നു. And so your brother and his family used to take mats and get to go to the rooftop. അങ്ങനെ പോകുമ്പോൾ അനേക ആളുകൾ ഞങ്ങളെ കളിയാക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. കാരണം ഇത് പിടിച്ചുകൊണ്ട് 4 നില കയറുന്നു, അവരിതൊന്നും കണ്ടിട്ടില്ല, പള്ളിയൊക്കെ എത്ര അറേഞ്ച്ഡ് ആണ്, പക്ഷെ ഇതൊക്കെ ഒരു പുതിയ പരിപാടിയായിട്ട് അവർക്ക് തോന്നുകയുണ്ടായി. And for the people over there, they found it quite humorous that people are climbing 4 floors up, carrying mats and all of that. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ എന്റെ പിതാവാണ് എന്നെ ധൈര്യപ്പെടുത്തിയത്. അങ്ങനെ ഞങ്ങളുടെ ചെറിയ മുറി എയർപോർട്ടിന്റെ അടുത്ത് എയർപോർട്ടിന് ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കാൻ കർത്താവ് കൃപ ചെയ്തു. And this is how his father helped him, that they were able to start with a small room opposite the airport over there. ഒരു 20 പേർക്ക് ഇരിക്കാവുന്ന ചെറിയൊരു മുറി ഞങ്ങൾ വാടകയ്ക്ക് എടുത്തു. They took a small room on rent, which is sufficient for about 20 people. 4 കുടുംബങ്ങളുമായിട്ടാണ് നെടുമ്പാശ്ശേരി സ്ഥലം സഭ ഞങ്ങൾ ആരംഭിക്കുന്നത്. They started the assembly over there with about 4 families. ഒരു ഫാമിലിയിൽ നിന്ന് ഒരു കുടുംബം രക്ഷിക്കപ്പെട്ടു വരികയും ഒരാൾ സ്നാനപ്പെടുകയും ചെയ്തപ്പോഴാണ് കൂടിവരവ് നമ്മൾ ആരംഭിക്കുന്നത്. They started the assembly worship over there. Then one member from a family got baptized and the whole family came forth. എന്നാൽ പള്ളി വളരെ എതിർക്കുകയും ഈ കുടുംബത്തെ അല്ലെങ്കിൽ ഡിവോഴ്സിലേക്ക് അവരെ കൊണ്ടുപോകുന്ന ഘട്ടം വന്നപ്പോൾ നമുക്ക് പിന്നീട് അവരോടൊന്നും പറയാനായിട്ട് സാധിക്കാത്തൊരു നില വന്നു. And it reached a stage where that family
was getting to a point of divorce and they were not able to say anything towards their family. ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ വേർപെട്ടു വരുവാൻ കഴിയാത്ത ഒരു സ്ഥലമായിട്ടാണ് ഇപ്പോഴും അത് നിലനിൽക്കുന്നത്. And Nirvashari continues to be a place where many people got born again, but not many people came forward to join ഞാൻ the church. കഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ചില മണ്ണിൽ അനേകം നാളുകൾ അധ്വാനിക്കേണ്ടി വരും ചില വിത്തുകൾ കിളിക്കാൻ. Like he had said earlier, in some fields you have to labor for a long time before fruits start coming. ഇന്ന് ഏതാണ്ട് 9 കുടുംബങ്ങളിൽ നിന്നായിട്ട് നമ്മൾ 23 പേര് നാട്ടിൽ കർത്താവിനെ ആരാധിക്കുന്നുണ്ട്. As of date, there are about 9 families with over 23 people that gather together to worship. ഫ്ലോട്ടിംഗ് ഫാമിലീസ് ആണ്. These are all floating families. 10 കുഞ്ഞുങ്ങളുമായിട്ട് ചെറിയൊരു സൺഡേ സ്കൂൾ നമുക്കുണ്ട്. And there's a small Sunday school with about 10 children over there. പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ സൺഡേ സ്കൂളൊക്കെ RSSകാർ സ്റ്റോപ്പ് ചെയ്ത ഒരു ചരിത്രം നെടുമ്പാശ്ശേരിക്കുണ്ട്. There's a history of RSS people coming to stop the Sunday school over there. എന്നാൽ ദൈവം അവിടുത്തെ സഭ പണിഞ്ഞ് 3 കുടുംബങ്ങൾ പുറത്ത് നമുക്കുണ്ട്. And the Lord has enabled us to have 3 more families outside. എന്നാൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം ഞാൻ കഴിഞ്ഞ രാത്രിയിലും കഴിഞ്ഞ സ്ഥലത്ത് സംസാരിച്ച ബിബിയൊക്കെ ഇത് പറയുകയുണ്ടായി. And here is sorrow that we talked about in previous assembly, in previous night. എന്റെ പിതാവിന്റെ അടക്ക ശുശ്രൂഷ നടക്കുമ്പോഴാണ് നമ്മൾ അന്ന് ആരാധിക്കുന്ന ആ ഹോള് വിടാനായിട്ട് എന്നോട് ആവശ്യപ്പെടുന്നത്. It was on the day that dear brother's father was being buried that the people over there came to them that they have to cancel the service and stop the service of worship. എന്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖത്തിന്റെ ഒരു സമയമാണ്. It was a time of great sorrow. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്റെ പിതാവിന്റെ അടക്കമാണ്, എനിക്ക് ചില ദിവസങ്ങൾ കൂടെ എഗ്രിമെന്റ് ഒക്കെ ഉണ്ട്, ചില ദിവസങ്ങൾ കൂടെ തരണം. അദ്ദേഹം അത് കേൾക്കാൻ തയ്യാറായിരുന്നില്ല. He told, listen, it's my father's funeral service, you just need to give me a few more days so that I can manage things. But the landowner was not prepared to give them any time. ഞാൻ എന്റെ പിതാവിന്റെ ആ കുഴിയുടെ അവിടെ നിന്നൊരു തീരുമാനം എടുത്തു, ഒറ്റ ബ്രദറുകാരോട് പറയുകയില്ല. And that he took a decision at the graveside of his father that he will not talk about this to him. കാരണം ഒരു പൈനിയർ വർക്കർ എന്ന നിലയിൽ അനേക പ്രയാസങ്ങളിലൂടെയാണ് ഞാൻ ആ സ്നേഹത്തെ കടന്നുപോയിക്കൊണ്ടിരുന്നത്. As a pioneer worker there were many difficulties that your brother had to face. അത് ഏത് സ്ഥലത്തും അങ്ങനെ സംഭവിച്ചേക്കാം. And that can happen in any place that you are. എന്നാൽ ആരെങ്കിലും ഒരാൾ, ഞാൻ സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ട് ആരെങ്കിലും ഒരാളോട് മാത്രമേ പറയുകയുള്ളൂ എന്റെ അപ്പന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയണമായിരുന്നു. And he wanted to say that I want to testify that he will tell to one brother who came forward that the Lord of his father is still there. ആരാധിക്കുന്ന ഞായറാഴ്ചയ്ക്ക് 1-2 ദിവസം മുമ്പ് വരെയും തലയ്ക്കും ഇത് ആകാശമല്ലാതെ മറ്റൊന്നും നമുക്കില്ലായിരുന്നു. And when they came for worship, they did not have any other place to go to other than the sky over there. എന്നാൽ ആ ദിവസങ്ങളിൽ ഞാൻ സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ട ഒരു യാക്കോബായ സഹോദരങ്ങളുടെ ദൈവം പ്രവർത്തിക്കുകയും അവരുടെ പള്ളിയുടെ ട്രസ്റ്റിയുടെ ഒരു മുറി നമുക്ക് ആരാധനയ്ക്ക് വാടകയ്ക്ക് ലഭിക്കുവാൻ കർത്താവ് കാരണം. And yet the Lord worked through one person who was born again from a Jacobite background, that he enabled the room of a trustee member of the Jacobite church to open up that place for all of these brothers to gather and worship. എന്നാൽ കഴിഞ്ഞ 9 വർഷങ്ങളായി നമ്മൾ അവിടെ ആരാധിക്കുന്നുണ്ട്. And for the past 9 years, dear brothers have been gathered over there to worship. കോവിഡ് ടൈമിൽ നമ്മൾ അടച്ചിട്ട് എല്ലാ മാസവും ഏതാണ്ട് 10,000 rupees വാടക കൊടുത്തുകൊണ്ട് തന്നെ ഇരുന്നു. Even during COVID time, they had closed the church and they were paying the rent of 10,000 rupees and gathered to worship. എന്നാൽ ഞങ്ങൾക്ക് അങ്ങനെ അധികം തുടരുവാൻ കഴിയാത്ത ഒരു സ്ഥിതിയിൽ ഞങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന സമയമാണ്. And it is a time that they are not able to continue much longer over there. നെടുമ്പാശ്ശേരി ആയതുകൊണ്ട് ഞങ്ങൾക്ക് തനിയെ അത് ചെയ്യാനായിട്ട് കഴിയില്ല. നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് അത് അറിയാം. Those who know that because it is a small church over there, they are not able to continue like this for long. എന്റെ പിതാവ് തന്റെ വസ്തു വിറ്റ പൈസ മുതൽ അതിന്റെ ഒരു ചെറിയൊരു ഭാഗം മുതൽ ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ ചെറിയ കുടുക്കയിലിട്ട പൈസ വരെ ഇപ്പൊ പറയാൻ പോകുന്ന കാര്യത്തിൽ ഞങ്ങൾക്കുണ്ട്. And they have been able to sell his father's property and take money from there right up to the savings from his children's accounts. They've been able to put into work. ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങൾ, ഇത്ര പേർക്കുള്ള കുഞ്ഞുങ്ങൾ പലപ്പോഴും അവരത് കൊണ്ടു തരുമ്പോൾ ഞങ്ങള് കരഞ്ഞുകൊണ്ട് അത് വാങ്ങിച്ച ദിവസങ്ങളൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട്. And it is there in his mind that there are many young children who come forward to contribute towards this cause of ministry. ഒരു ചെറിയ ഫെയ്ത്ത് ബോക്സ് ഞങ്ങൾ ഹാളിൽ വെച്ചു. എന്റെ വീട്ടിൽ ഇരുന്ന് ബോക്സ് ചുമ്മാ കൊണ്ടുവച്ചതാ. They kept a small faith box in their hall. ദൈവം ഞങ്ങൾക്ക് ഞങ്ങളുടെ സഭയിൽ നിന്ന് 20 ലക്ഷം രൂപ തന്നു. And through their local church, the Lord has enabled them to collect about 20 lakhs. പക്ഷെ വലിയൊരു സംഖ്യയാണ് നമുക്ക് അവിടെ ആവശ്യമായിട്ടുള്ളത്. Yet there is a need for a big amount over there. വ്യക്തിപരമായ കാര്യമായിരുന്നെങ്കിൽ ഞാനത് പറയുകയില്ലായിരുന്നു. If it was a personal requirement, he would not have spoken. ഇത് ഫാഹിലും പറയുന്നുണ്ട്. This is what he's told the Fahil. അങ്കമാലിയിൽ തുടങ്ങണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. Their idea was to open up an assembly in Angamali. എന്നാൽ ഇങ്ങനെ ഒരു യാത്ര ക്രമീകരിക്കപ്പെട്ടപ്പോൾ അത് ദൈവം തന്ന പ്രേരണ അനുസരിച്ച് ആദ്യമായിട്ട് കുവൈറ്റിലാണ് ഈ വസ്തുത ഞങ്ങളുടെ സഭയ്ക്ക് പുറത്ത് പറയുന്നത്. And the Lord has enabled them to talk about this for the first time in Kuwait after their localism. ഈ സ്ഥലം സഭയുടെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരുന്നു. കർത്താവ് തരുന്ന പ്രേരണ അനുസരിച്ച്
നിങ്ങൾ അതിൽ സഹായിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. വളരെ വിനയത്തോടും താഴ്മയോടും ദൈവസഭയുടെ ശുശ്രൂഷയിലേക്ക് അത് ഓർമ്മപ്പെടുത്തുകയാണ്. And with all humility, he is putting this prayer request before you, that you are able to, if possible, support in whichever way that you can. അതൊരു നിർബന്ധമല്ല, കർത്താവ് തരുന്ന പ്രേരണ പോലെ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അത് ദൈവനാമത്തിൽ. എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും തരരുത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എൽഡേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്. അത് ഈ കയ്യിൽ വരേണ്ട പൈസയല്ല. And not to give it to dear brother, but to enable it towards the church for working. It is not for dear brother, but for the church. Whatever that you can, if you can support, we give to the Lord. ഒരിക്കലൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവവചനത്തിന്റെ പഠനത്തിലേക്ക്. Anyway, dear brother welcomes one and all of you warmly towards the study of the word. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ മുഖങ്ങൾ എനിക്ക് പരിചയമുണ്ട്. എല്ലാവരും എനിക്ക് വളരെ സ്നേഹമുള്ളവരാണ്. നിങ്ങളുടെയൊക്കെ സ്നേഹം പലതരത്തിൽ ഞാൻ അനുഭവിക്കുന്നുമുണ്ട്. Dear brother has received the support and fellowship from all of you, and he welcomes all of you here. ഇന്ന് രാത്രിയിലെയും നാളെ രാത്രിയിലെയും മറ്റന്നാളത്തെയും പഠനത്തിനായിട്ട് ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം അതിന്റെ 27-ാം വാക്യത്തിൽ നിന്നുള്ള ഒരു വിഷയമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. Let us turn towards Philippians chapter 1 verse 27 and look at a few portions from there. സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കേണ്ടുന്ന വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് നമ്മൾ കടക്കാനായിട്ട് പോവുകയാണ്. We are going towards an important topic that is related to the conflict that is or the war that is there that we have to do for the gospel. നമുക്ക് 27-ാം വാക്യം ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം നമുക്ക് എടുക്കാം. Philippians chapter 1 verse 27. അത് നമുക്ക് ഒരുമിച്ച് വായിക്കാം. Let us read that together. ഞാനൊന്ന് വായിക്കാം, നിങ്ങൾ എന്നോട് ചേർന്ന് ഒന്ന് വായിക്കണം. അത് ഇംഗ്ലീഷ് മലയാളം എല്ലാം നമുക്ക് ഒരുമിച്ച് പോകാം. Let us all read it together. Let us all read this verse together. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ, ഒന്ന് ഒരുമിച്ച് വായിച്ചേട്ടെ. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ, Whatever happened. ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടോ, അല്ലെങ്കിൽ പിന്നീട് വായിച്ചാൽ മതി. നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നുവെന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പി. So whatever happens, conduct yourself in a manner worthy of the gospel of Christ. Then whether I come and see you or only hear about you in my absence, I will know that you stand firm in one spirit, contending as one man for the faith of the gospel. ഇവിടെ നമുക്ക് ഈ വാക്യത്തിന്റെ മലയാളത്തിൽ അവസാനത്തെ ഭാഗമാണ് നമ്മൾ അതിന്റെ സബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇംഗ്ലീഷിൽ നമ്മൾ കൊടുത്തത് മറ്റൊരു ആശയമാണെങ്കിൽ നമ്മുടെ ചിന്താ വിഷയം നാം 27 മലയാളത്തിന്റെ അവസാനത്തെ ആശയമാണ്. And the most important part is what is mentioned in Malayalam translation, the last portion of that verse. അതിങ്ങനെയാണ്, എന്താ, ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാകും വണ്ണം മാത്രം നാം നടക്കണം എന്നുള്ളത്. And that portion is conduct yourselves in a manner worthy of the gospel of Christ. വാസ്തവത്തില് ഈ ഒരു ടൈറ്റില് ഏതാണ്ട് ഞങ്ങൾ അങ്കമാലിയിൽ 40 ആഴ്ചകൾ പഠിച്ച ഒരു വാക്യമാണ്. And this was a verse that we studied over 40 weeks in Angamali. ഈ 40 ആഴ്ചത്തെ പഠനത്തിന്റെ ആമുഖം, ഇൻട്രൊഡക്ഷൻ ആണ് ഒരുപക്ഷെ നമ്മൾ ഈ 3 രാത്രികളിൽ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. And what we studied in 40 weeks, we want to take that introductory portion in the next 3 weeks over here. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ വാക്യത്തെ നമുക്ക് 3 ആയിട്ട് തിരിക്കാൻ പറ്റും. When we come to this particular verse, we can divide that into 3 portions. അത് നമ്മൾ ചിന്തിക്കാൻ കഴിയുകയില്ലെങ്കിലും ഒരു പഠനത്തോടുള്ള നീതി പുലർത്തേണ്ടതിന് ഞാൻ ആ വാക്യത്തെ 3 ആയിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് ആ വിഷയത്തിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുക. Let us divide this particular verse into 3 parts and then go into the detail. ഞാൻ ആദ്യമേ പറയട്ടെ, ഈ വിഷയത്തിന്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ 3 ദിവസം ചിന്തിക്കാൻ പോകുന്നത്. വിഷയത്തിലേക്ക് കടക്കില്ല. We will not go into the depth of this verse. We will only go into the introductory part of this verse. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കുക എന്നതിന്റെ പ്രാക്ടിക്കൽ ലെസൺസ് എന്തൊക്കെയാണ്? What are the practical lessons of living your life in a manner worthy of the gospel? ഈ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം ജീവിക്കണമെന്ന് പറഞ്ഞാൽ പോരാ, അതെങ്ങനെയാണ് എന്നുള്ളതാണ് ആദ്യത്തെ ഭാഗമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. And we are saying not to just talk about it, but to see how you can live worthy of that life. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ വാക്യത്തിലേക്ക് വരുമ്പോൾ മലയാളത്തിൽ ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ എന്നുള്ളതാണ്. And the second part is whether I come and see you or only hear about you in my absence. ഒന്നുകൂടെ ശ്രദ്ധിച്ചാട്ടെ, ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ. അതാണ് രണ്ടാമത്തെ ഡിവിഷൻ. അതിന് പേര് നമ്മൾ കൊടുക്കുന്നുണ്ട്. And we say about this whether I come there or I hear from you from a distance. അതായത് അപ്പോസ്തലനായ പൗലോസ് എന്ന ആത്മീക പിതാവ് സ്ഥലം സഭയോട് പറയുകയാണ്. And this is what Apostle Paul is talking to the local church over there. അതിനെ ഇങ്ങനെ പറയട്ടെ, ഓരോ പ്രാദേശിക സഭകളും നിരീക്ഷിക്കപ്പെടുന്നുണ്ട്, ഒബ്സർവ് ചെയ്യപ്പെടുന്നുണ്ട്.
And the fact is that every local church is being observed and being looked upon very carefully. നമ്മൾ പലപ്പോഴും സഭകളായി പറയുന്ന ഒരു ഉപദേശപരമായ സത്യവും മറ്റൊരു തെറ്റും നമുക്ക് സംഭവിക്കാറുണ്ട്. And there is something that happens that we talk about, but when we do it practically, there is a mistake. അതായത് ഉപദേശപരമായിട്ട് എല്ലാ പ്രാദേശിക സഭയും സ്വതന്ത്രമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അതാണ് വചനം പഠിപ്പിക്കുന്ന സത്യം. And the Bible teaches us, the word teaches us that every church is an independent body by itself. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിന്റെ ബ്രാഞ്ച് ആണ് ആ ചർച്ച്. ബ്രദറുകാരാണ് പറഞ്ഞത്. And somebody said that, we have a branch in another place. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചില കടയുടെ മുമ്പിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾക്ക് വേറെ ബ്രാഞ്ചുകളില്ല. There is in front of some shops that we don't have other branches. ഒരുപക്ഷെ നമ്മുടെ സഭയുടെ സഹായത്തോടെ ആരംഭിക്കുന്ന സഭയാകാം, പക്ഷെ ഒരു സ്ഥലം സഭ സ്ഥാപിക്കപ്പെട്ടാൽ അത് കർത്താവാക്കുന്ന മുപ്പന്മാരാൽ പരിപാലിക്കപ്പെടുന്ന സ്വതന്ത്ര സഭയാണ്. And you have to realize that though an assembly might take support to establish a new church in another place, it doesn't mean that it's a branch. It is an independent body. It is an independent church by itself. സഭ സ്വതന്ത്രമാണ് എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം നാം തെറ്റായി അറിയാതെ ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. And when you say a church is independent, you may say something which is a mistaken usage and you have to be careful about. ഞങ്ങളുടെ കാര്യം ആരും നോക്കണ്ട, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ തീരുമാനിച്ചോളാം. The way people say, don't look at what we are doing, we will decide what we are doing. നല്ല സെൻസിൽ അത് ശരിയാ. In a very fair manner, that seems okay. പക്ഷെ ഞാൻ ഈ ഭാഗം പഠിച്ചപ്പോൾ ഏതാണ്ട് 5 കൂട്ടം ആളുകളാൽ സഭ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. But when you look at this portion in detail, you see that the church is being observed by 5 different types of people. അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ സമയം കിട്ടുകയില്ല. We will not go into the detail of all of പക്ഷെ this. എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു ചിന്തയാ, ഞാൻ ഉൾപ്പെടുന്ന സഭ 5 കൂട്ടം ആളുകളോട് കണക്ക് കൊടുക്കണം, അക്കൗണ്ടബിൾ ആണ്. That we have to realize that the church that we are a member or a part of is accountable to 5 different types of people. ഇന്ന് രാത്രി ഓരോ സഭകളും ഓർക്കണം, ദൈവം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, പക്ഷേ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ പറ്റുകയില്ല. അതിന് ഒരു ബൈബിളിന്റെ ഉപദേശത്തിനനുസരിച്ചേ പറ്റത്തുള്ളൂ. You have to realize that though the Lord has given you freedom, it does not mean that you can live as you please. Instead, there are important things for the word of God that you have to observe. മൂന്നാമത്തെ ഡിവിഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുക. We go to the third part before we come back. അവിടെ നമ്മൾ വായിക്കുന്നു, ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു ഒരു പ്രാദേശിക സഭ. And you will see a local church that is contending as one man for the faith of the gospel. അതായത് സഭയ്ക്ക് പോരാട്ടമുണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ ഡിവിഷൻ. The important thing is that as an assembly, you will always face conflicts. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. The Lord said, I will build my church. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. And that the powers of darkness will not overcome it. എന്ന് പറഞ്ഞാൽ പാതാള ഗോപുരങ്ങൾ ഒരു സഭ സ്ഥാപിക്കപ്പെടുന്ന സമയം മുതൽ കർത്താവിന്റെ വരവ് വരെ ആ സഭയോട് പോരാട്ടമുണ്ട്. That the forces of darkness will continue to be in conflict till the time our Lord comes against the local church. സഭയ്ക്ക് പോരാട്ടമുണ്ടെങ്കിലും മറക്കാൻ പാടില്ലാത്തൊരു വസ്തുത കൂടെ പറഞ്ഞ് ഞാൻ തിരിച്ചു വരാം. And you have to realize that the church will have conflicts. അതായത് സഭയ്ക്ക് പോരാട്ടമുണ്ട്, പക്ഷെ സഭയ്ക്കകത്ത് പോരാട്ടം ദൈവം അനുവദിച്ചിട്ടില്ല. Though a church may face conflicts or challenges from outside, the Lord has not allowed conflicts within the church. ഒരു പ്രാദേശിക സഭയ്ക്കകത്തും വഴക്കുണ്ടാക്കുവാനും പോരാട്ടവും ദൈവം അനുവദിച്ചിട്ടില്ല. അതിന് യാതൊരു സംശയവും വേണ്ട. സഭയ്ക്ക് പോരാട്ടമുണ്ട്, സഭയ്ക്കുള്ളിൽ പോരാട്ടം ദൈവം അനുവദിച്ചിട്ടില്ല. The church may have challenges and conflicts from outside, but the Lord has definitely not allowed or permitted any form of internal conflicts within the church. ഈ സമ്പന്നമായ വാക്യത്തിലെ ആദ്യത്തെ വിഷയത്തിലേക്കാണ് നമ്മൾ വരുന്നത്, നമ്മൾ പഠിക്കുന്നത്. Let us go into the depth and details of this very rich verse. എന്താ അത്? സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കുക. That we should live in a life or walk in a manner worthy of the gospel. അവിടെ നമ്മൾ ഓർക്കേണ്ടുന്ന ഏതാണ്ട് 5-6 കാര്യങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ മെല്ലെ ഒന്ന് കയറാനായിട്ട് പോവുകയാണ്. Let us talk about those 5-6 points that we have to remember in this. അതിൽ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, മലയാളത്തിൽ അതുണ്ട്, ഇംഗ്ലീഷിൽ ആ വാക്ക് കാണുവാൻ കഴിയുന്നില്ല. അതായത് സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കുക. The portion that is there, that is being emphasized very strongly in Malayalam, is that you should work worthy of only the gospel. വാസ്തവത്തിൽ ഇങ്ങനെ പറയട്ടെ, സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കുക എന്നുള്ളതാണ് കർത്താവിന് നമ്മളെ കുറിച്ചുള്ള ഇഷ്ടം എന്ന് പറയുന്നത്. When it will be said that the Lord desires that we should be walking worthy of only the gospel. അത് തന്നെയുമല്ല, നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യവും ഞാൻ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കേണ്ടവരാകണം എന്നുള്ളതായി തീരണം. And the ultimate aim of what our Lord desires is that we should be living our life worthy of the gospel. ഞാൻ വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ അതിൽ നിന്ന് ഒന്ന് എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. Let me explain a few more details about this. നമുക്കറിയാം, നാം റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ When we come to Romans chapter 12 verse 2, നമുക്കറിയാവുന്ന വാക്യമാണ്,
This is a verse that's very familiar to us. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. That do not conform any longer to the pattern of this world, but be transformed by the renewing of your mind. ഇവിടെ പറയുന്ന അതേ ആശയത്തിന്റെ മറ്റൊരു പ്രഖ്യാപനമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. And you will see another interpretation of the same context over there. സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? And what does it mean to live a life worthy of only the gospel? അത് ഈ ലോകത്തിന് അനുരൂപമാകാതെയുള്ള ഒരു ജീവിതത്തിന്റെ ശൈലിയിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നതാണ്. To live a life that does not conform to the world. ഞാൻ ഇടയ്ക്ക് കയറി ഒരു കാര്യം പറയട്ടെ. Let me just tell a particular. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയണമെങ്കിൽ ലോകത്തോട് അനുരൂപരാകരുത്, സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടന്നാലേ സാധിക്കൂ. If you have to understand the deeper will of the Lord and the goodness that is within that, you have to live in a life that conforms to the gospel and not to the world. ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്കായിട്ട് ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുക. Let me explain this with a little bit. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരാജയം എന്താ? What is a failure that comes in our life? ഒരു വിശ്വാസിയുടെ ജീവിതത്തില്, ഒരു സഭയുടെ ജീവിതത്തില് വരുന്ന ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഈ മാത്രം എന്ന പദം അങ്ങ് എടുത്തു മാറ്റുന്നതുകൊണ്ടാണ്. One of the biggest failures that happens in a person's life or in the life of a church is that when you remove that word living only worthy of the gospel. സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനും സ്ഥാനം അവിടെ ഇല്ല എന്നതിന്റെ അർത്ഥം. Which means that there is no scope or opportunity for anything else to come in there. എന്നാൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഈ മാത്രം എന്ന പദം അങ്ങോട്ട് എടുത്തു മാറ്റിയാൽ, But if you remove that word exclusively from there, അതൊരു കോംപ്രമൈസിംഗ് ക്രിസ്ത്യൻ ജീവിതമായിട്ട് മാറുന്നു. then it results in a compromised Christian life. നമ്മുടെ ജീവിതത്തിൽ അനേക പാപങ്ങൾ കടന്നു വരുന്നത് ഈ മാത്രം എന്ന കാര്യം എടുത്തു മാറ്റുന്നത് കൊണ്ടാണ്. And a lot of sins enter into our life because we use that word exclusively for the gospel. ഒരു കാലത്ത് നമ്മുടെ പിതാക്കന്മാർ വേണ്ട എന്ന് വെച്ച പല കാര്യങ്ങളും Today we partake of many things that our forefathers chose not to be a part of. ഒരു കാലത്ത് നമ്മുടെ സഭകളിൽ പറയാൻ പാടില്ലാത്ത അനേക കാര്യങ്ങള് At a time when there were many things that we would not talk within our church are being talked about. നമ്മുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നാം കോംപ്രമൈസ് ചെയ്യാനുള്ള കാരണം ഒറ്റൊരു കാര്യമേ ഉള്ളൂ. And this is one of the reasons why we compromise in our life in many areas. നാം സുവിശേഷത്തിന് യോഗ്യമാവണ്ണം ജീവിക്കുമ്പോൾ ആ മാത്രം എന്ന ഫോക്കസ് നാം എടുത്തു മാറ്റുമ്പോൾ പാപങ്ങൾ നമ്മെ കീഴടക്കുന്ന ചരിത്രത്തിലേക്ക് And when we take our focus away from living exclusively for the gospel, you will see that our focus gets diluted and we allow sins to enter. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, സുവിശേഷത്തിന് യോഗ്യമാവണ്ണം ജീവിക്കുമ്പോൾ ആ മാത്രം എന്നുള്ള ദൈവത്തിന്റെ പ്രത്യേകമായ ഇൻസ്ട്രക്ഷൻ നീ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നീ വലിയ തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Please realize that if you are choosing to dilute or to remove that word exclusively, to live exclusively for the gospel, you're doing a big mistake in your life. ഇന്ന് രാത്രി എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത, ഞാൻ ധ്യാനിച്ചപ്പോൾ എനിക്ക് ലഭിക്കുന്ന ഒരു ചിന്ത നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. Let me explain this in detail with respect to a particular thought that came to your brothers. നമ്മുടെ കർത്താവിനെ പിടിക്കാനായിട്ട് യഹൂദന്മാര് അവരുടെ പട്ടാളക്കാരും ഒക്കെ കടന്നു വരുന്ന ചരിത്രം, ഗെത്സമനയിലേക്ക് വരുന്ന ചരിത്രം നമുക്കറിയാം. You know what happened at the Garden of Gethsemane when the soldiers and the priests came to seize the Lord. ആ ഗെത്സമനയിലേക്ക് വരുമ്പോ അവർ വഴികാട്ടിയായിട്ട് ഈ കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനെ കൂടെ പിടിച്ചിട്ടുണ്ടായിരുന്നു. Of course, they had taken a person to take them along and guide them along the way as the disciples. ആരായിരുന്നു അത്? You know who that was? ഇസ്കറിയോത്ത യൂദയാ. Judas Iscariot. ഞാൻ ചോദിക്കട്ടെ, വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ലെങ്കിലും പഠിച്ചു വരുമ്പോൾ മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്. And there is a truth that you can understand when you study this in detail. എന്തുകൊണ്ട് ഇവർക്ക്, ഈ റോമൻ പട്ടാളക്കാർക്ക്, യഹൂദന്മാർക്ക് യൂദ എന്ന ഈ ശിഷ്യനെ വേണ്ടി വന്നു എന്നുള്ള ചോദ്യം എന്റെ മനസ്സിലേക്ക് വരികയുണ്ടായി. And the question keeps coming, why is it that these Roman priests and these Roman soldiers and these priests needed the disciple Judas Iscariot to point out Christ to them? അവർ കർത്താവിനെ കണ്ടിട്ടുണ്ട്, They had seen Christ. ഈ ശിഷ്യന്മാരെ കണ്ടിട്ടുണ്ട്, The disciples had ഈ seen Christ. കർത്താവ് അവരുടെ മധ്യയിലൂടെയാണ് നടന്നത്. The Lord walked through them. കർത്താവ് ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തതും അവരുടെ ഇടയിൽ തന്നെയാണ്. He had done so many miracles among them. പക്ഷെ എന്നിട്ടും ആ തണുപ്പുള്ള രാത്രിയിൽ, ആ വെളിച്ചം മങ്ങിയ സമയത്ത് അവർക്ക് ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഒരു ധനമോഹിയെ വേണ്ടതായിട്ട് വന്നു. And yet in the darkness of that night, they needed a greedy disciple to point them out. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ വിശ്വസിക്കട്ടെ? Dear brother believes that ഈ this കർത്താവിന്റെയും ശിഷ്യന്മാരുടെയും ജീവിതം കാണുമ്പോൾ അവർക്ക് ഒരുപോലെ ഒരു മാറ്റം, ഒരു ഏകഭാവം അവരിൽ
കർത്താവ് അവർ കാണുകയാണ്. And they are seeing that within the life of Jesus Christ and his disciples, there was a transformation in their lives. നമുക്കറിയാം ഇവരൊക്കെ പല സന്ദർഭങ്ങളിൽ നിന്ന് പല സാഹചര്യങ്ങളിൽ നിന്ന് മുമ്പോട്ട് വന്നവരാണ്. You see that these people came from different circumstances. മുക്കുവന്മാരുണ്ട്, They were fishers, ചുങ്കക്കാരുണ്ട്, they were tax collectors, സാധാരണ ആൾക്കാരുണ്ട്. they were ordinary men. ഇവരെല്ലാം വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് കർത്താവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ And when they came from so many different backgrounds towards the Lord, അവരുടെ സംസാരം വ്യത്യാസമായിരുന്നു, their speech changed, അവരുടെ വസ്ത്രധാരണം വ്യത്യാസമായിരുന്നു, their dressing was different, അവരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യാസമായിരുന്നു. their outlook was different. പക്ഷേ അവർ 3.5 വർഷം കർത്താവിനോടൊപ്പം നടന്നു. But they walked for 3.5 years with the ഈ Lord. 3.5 വർഷം കൊണ്ട് അവരുടെയൊക്കെ ജീവിതത്തില് വലിയൊരു മാറ്റത്തിന് വിധേയമാകുന്ന ചരിത്രം മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. And in these 3.5 years, their lives became transformed and they became different. അതിന് വേദപുസ്തക ഭാഷയിൽ ക്രിസ്തുവിനോട് അനുരൂപരായ ഒരു ജീവിതത്തിലേക്ക് അവർ വരികയുണ്ടായി. And they became, as in the word of the Bible, they became confirmed according to the life of Jesus Christ. അവരുടെ സംസാരം കർത്താവിന്റെ പോലെ ആയിത്തീർന്നു. കുറവില്ല എന്നല്ല, അവരുടെ സംസാരം കർത്താവിന്റെ പോലെ ആയിത്തീർന്നു. And you see the speech became like Christ. അവർ പ്രവർത്തിക്കുന്നത് കർത്താവ് പ്രവർത്തിക്കുന്ന അനുബന്ധമായി തീർന്നു. Their actions became very similar to Christ. ലോകത്തിന് യഹൂദന്മാർക്ക് ഇവരെ തിരിച്ചറിയാൻ കഴിയാത്ത സിമിലാരിറ്റി കർത്താവുമായിട്ട് അവർക്കുണ്ടായി. And it reached a stage where even the priests or the Jewish people could not make out the difference between Christ and his disciples. അവരെ മാത്രം എന്ന പദം കർത്താവിനോട് ചേർന്ന് നിന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ വന്നതുകൊണ്ട് ലോകത്തിന് ക്രിസ്തുവിൽ നിന്ന് അവരെ വേർതിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതി വരികയുണ്ടായി. And when they stood close to Christ and they became like him, the world found it difficult to identify him. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, Let me ask you, dear നമ്മളൊക്കെ ഈ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുന്നവരാ. we are people who live for the gospel. നമ്മൾ സുവിശേഷത്തിന് വേണ്ടി പൈസകൾ മുടക്കുന്നവരാ. We are people who spend money for the നമ്മുടെ gospel. ആയുസ്സും ആരോഗ്യമൊക്കെ നമ്മൾ ചിലത് മാറ്റി വെക്കുന്നവരാ. We are people who spend a part of our നമ്മൾ life. കർത്താവിനെ ആരാധിക്കുന്നവരാ. We are people who worship the Lord. നമ്മൾ പല പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നവരാ. We are people who partake in many പക്ഷെ activities. ഇന്ന് രാത്രി കോംപ്രമൈസ് ചെയ്ത ഏതെങ്കിലും കാര്യമുണ്ടോ? Is there something that we compromise upon? സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കുക എന്നതിൽ ആ മാത്രം എന്ന വാക്ക് നിന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നീ പരാജയപ്പെട്ടു പോകും. Please realize that if you are not living exclusively for the gospel, you are facing defeat or failure in your life. നമ്മുടെ കർത്താവ് ക്രമങ്ങളുടെ ദൈവമാണ്. Our Lord is a Lord of order. നമ്മുടെ കർത്താവ് എങ്ങനെയും ചിലതിനെ മൂടി വെക്കത്തൊന്നുമില്ല. He will not cover everybody. അവിടുന്ന് വിശുദ്ധിയുടെ ദൈവമാണ്. He is a Lord of purity. നമ്മുടെ ജീവിതത്തില് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയണമെങ്കിൽ If we have to please our Lord in our lives, നിശ്ചയമായിട്ടും ദൈവം പറയുന്ന വിഷയങ്ങൾക്ക് അങ്ങനെ തന്നെയുള്ള വില നാം കൊടുക്കാതെ നമുക്ക് ഒരിക്കലും വിജയിക്കാനായിട്ട് സാധിക്കത്തില്ല. then we cannot face success unless you give due importance to the matters that the Lord has instructed us. ഇന്ന് രാത്രി ഈ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ഒരു ചിന്തയ്ക്ക് നമുക്ക് ആദ്യം തന്നെ ഹൃദയമൊരുക്കാം. Let us prepare our hearts for a particular thought. എന്റെ കർത്താവേ, എന്റെ ആദിമ പിതാക്കന്മാർ ദൈവത്തിന്റെ വചനം വേണ്ട എന്ന് വെച്ച ഏതെങ്കിലും ഒരു കാര്യം എന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് എടുത്തു മാറ്റാൻ നീ എന്നെ സഹായിക്കണം. Dear Lord, that if there is something that my forefathers or my earlier ones have decided not to do which I am doing, please remove that from my life. നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ വലിയ വലിയ പടകം മുങ്ങുവാൻ നമ്മുടെ ജീവിതത്തിന്റെ ചില മാത്രം നാം കോംപ്രമൈസ് ചെയ്യുന്ന ചെറിയ പാപങ്ങൾ കൊണ്ട് നാം പരാജയപ്പെട്ടു പോകും. ശത്രു അതുവഴി കയറി വരികയും ചെയ്യും. And if our life has to sink, if there has to be problems or failures in our life, the enemy will enter because of these compromises in our life. ഇന്ന് രാത്രി ആദ്യത്തെ വിഷയം അതാ. This is the first topic that we സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം വേറെ ഒന്നിനും നമ്മൾ അനുരൂപരാകരുത്. ലോകത്തോട് നാം ചേർന്ന് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. The Lord desires that we have to live our lives in conforming exclusively to His gospel and not to the world. എന്താണ് സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കുക? അതിന്റെ രണ്ടാമത്തെ ലെസണിലേക്ക് പ്രായോഗിക തലത്തിൽ നമുക്കൊന്ന് കടന്നു വരാം. Let us go to the practical reality of that. Let us go to the first book of Thessalonians. അത് ഞാനതിന് ഇങ്ങനെ പറയാം, ദൈവത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കുക. അതാണ് നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ദൈവത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കുക. Let us walk in a manner that is worthy of our Lord. അതിന് 2 വാക്യങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്. For that we have to turn towards 2 verses. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം First Thessalonians അതിന്റെ 2-ാം അധ്യായം chapter 2. 11-ാം വാക്യമാണ് മലയാളത്തിൽ വരുന്നത്. Chapter 2 verse 11 reads like this. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 11-ാം വാക്യമാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന വിശദീകരണം എന്ന് പറയുന്നത്. First Thessalonians chapter 2 verse 11 reads like അവിടെ this. നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിന്റെ രാജ്യത്തിനും ദൈവത്തിന്റെ മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടക്കുക എന്നുള്ളതാണ്. And it says like that you have to urge your lives to live, in English it's verse 12, urging you to live lives worthy of the God who calls you to His kingdom and glory. അപ്പൊ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ? And what does it mean to walk worthy of അതിനെ the gospel? ഒറ്റ വാക്കിൽ
വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിന് യോഗ്യമായി നടക്കുക. In a simple word, you say to live your lives worthy of God. 3 വിഷയങ്ങൾ അവിടെ വരുന്നത്. There are 3 topics that come over. ഇത് നമ്മൾ വളരെ വ്യക്തമായി സൂക്ഷിക്കേണ്ട വിഷയമാണ്. This is something that you have to be very careful about. അതിൽ ഒന്നാമത്തെ കാര്യം നാം ദൈവത്തിന്റെ രാജ്യത്തിന്റെ അന്തസ്സിന് ചേർന്നവണ്ണം ജീവിക്കണം. That we have to live in a manner that is worthy of the kingdom of God. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ നമ്മൾ സ്വർഗ്ഗത്തിലെത്തും. One day we will reach heaven. നിശ്ചയമായിട്ടും കർത്താവിന്റെ രാജ്യത്തിൽ അതിന്റെ മഹത്വത്തോടെ നമ്മൾ വസിക്കും. For there is no doubt that we will live in the glory of the Lord. പക്ഷേ അതുവരെയും നാം ജീവിക്കുന്നത് നാം ദൃശ്യമല്ലാത്ത ദൈവരാജ്യത്തിൽ നാം ജീവിക്കുകയാണ്. But we have to live in a life that is worthy of a life that is not visible to the kingdom. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ രാജ്യത്തിനനുസരിച്ചാണ്. So we are living according to the kingdom of God. തന്നെയുമല്ല നമ്മൾ ദൈവത്തിന്റെ മഹത്വത്തിനനുസരിച്ചാണ് ജീവിക്കേണ്ടത്. We are supposed to live according to the glory of God. അത് തന്നെയുമല്ല വിളിച്ച ദൈവത്തിന് യോഗ്യമായി അവിടുത്തെ സ്റ്റാൻഡേർഡിനനുസരിച്ച് നമ്മൾ ജീവിക്കണം എന്നുള്ളത് കർത്താവ് ആഗ്രഹിക്കുന്നു. And we have to live a life that is worthy of the Lord that has called us according to the standard that He has defined. അത് ഞാൻ ഇങ്ങനെ അങ്ങ് ഡിഫൈൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. Dear brother wants to define it like this. സ്വർഗത്തിലെ രാജ്യത്തിന്റെ അന്തസ്സ് ഭൂമിയിൽ കാക്കുന്ന കാവൽക്കാരാണ് ഓരോ വിശ്വാസിയും ഓരോ സഭയും എന്ന് പറയുന്നത്. And each believer and each assembly or church are guardians of the glory and greater kingdom of God. ഞാൻ ഒരിക്കലൂടെ അത് പറയാം. Let me explain that also. ദൈവത്തിന്റെ സ്വർഗത്തിന്റെ അന്തസ്സും അതിന്റെ പ്രത്യേകതകളും ഭൂമിയിൽ കാക്കുന്ന കാവൽക്കാരാണ് നമ്മൾ ഓരോരുത്തരും. We are all guardians or gatekeepers of the wonderful glory and kingdom of heaven. അതായത് നമ്മൾ പാപം ചെയ്താൽ ദുഷിക്കപ്പെടുന്നത്, മഹത്വം പോകുന്നത് ദൈവത്തിന്റെ നാമത്തിനാണ്. And if we sin, the kingdom of God is what loses its glory. അതല്ലേ അപ്പോസ്തലനായ പൗലോസ് എടുത്തു പറയുന്നത്. That is why Apostle Paul says that ദൈവത്തിന്റെ രാജ്യത്തിന്, we have to live your lives worthy of ദൈവത്തിന്റെ മഹത്വത്തിന്, for the glory, നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവത്തിന്, for the Lord that has called ഈ you, 3 കാര്യത്തിന് for all these people. യോഗ്യമാവണ്ണം നടക്കുക എന്നുള്ളതാണ് സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കുക എന്ന് പറയുന്നത്. That is why Apostle Paul says that you have to live your life worthy of the calling according to നമ്മുടെ these. ഭാരതത്തിന്റെ ചരിത്രത്തിൽ നടന്നൊരു സംഭവം ഹൃദയത്തിലേക്ക് വരുന്നത് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുക. Your brother wants to talk about something that happened in the history of India. ഒരുപക്ഷെ പ്രായമുള്ള പ്രിയപ്പെട്ടവർക്കൊക്കെ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ അന്നത്തെ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാകാം, അന്നത്തെ പേപ്പറുകളിലൊക്കെ ഇത് വന്നൊരു വിഷയമാണ്. Dear ones would have maybe read about this because this is something that happened in the past. അന്നൊന്നും ഞാൻ ജനിച്ചിട്ടില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. Dear brother was not born at that time, but he had heard about this. അതിന്റെ ശരിയോ തെറ്റോ പൊളിറ്റിക്സോ ഒന്നും അല്ല ഞാൻ പറയുന്നത്, ആശയം മാത്രമാണ്. Dear brother is not born in the politics, he just wants to talk about it. അന്ന് ബോംബെയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ അംബാസിഡർ നമുക്കുണ്ടായിരുന്നു. And at that time, there was the ambassador of the United States in Bombay. എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷ് ഭരണകാലത്തായിരിക്കാം, ഏത് സമയമാണെന്ന് എനിക്ക് ഓർമ്മയില്ല. Brother thinks that this was during the time of the British rule. പക്ഷെ അന്ന് ആ രാജ്യത്തുണ്ടായിരുന്ന, ഈ രാജ്യത്തുണ്ടായിരുന്ന, നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന അമേരിക്കൻ അംബാസിഡറിന് വലിയ ആഗ്രഹമുണ്ടായി. And at that time, the American ambassador had a desire. അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ബോംബെയുടെ സ്ട്രീറ്റിലൂടെ സൈക്കിൾ ഓടിച്ച് ഇന്ത്യക്കാരെ പോലെ ഒന്ന് നടക്കണം. That he wanted to pedal through the streets of India on a bicycle like a local Indian. ഇന്ത്യക്കാരെ മോശമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ഇന്ത്യക്കാരനാണ്. Dear brother doesn't think you are any lesser because അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആറ്റിറ്റ്യൂഡ് ഒന്നും അല്ല ഞാൻ പറയുന്നത്, ആശയം മാത്രമാണ്, ഐഡിയ മാത്രമാണ് ഞാൻ പറയുന്നത്. he's talking about the idea, the meaning, not the attitude. അദ്ദേഹം കൂടുതലൊന്നും ആലോചിച്ചില്ല. He did not think further about it. അദ്ദേഹം സൈക്കിളും കൊണ്ട് ബോംബെയുടെ സ്ട്രീറ്റുകളിൽ നടന്നു. And he pedaled through the streets of Bombay. താമസിക്കാതെ അദ്ദേഹത്തെ അവരെ തിരിച്ചു വിളിച്ചു. And before long, the people in the government called him back. അദ്ദേഹത്തെ അംബാസിഡർ സ്ഥാനത്ത് നിന്ന് മാറ്റി. They removed him from the position of the അവർ ambassador. പറഞ്ഞൊരു കാര്യമുണ്ട്. They said there is something that you did നീ wrong. ജീവിക്കുന്നത് ഇന്ത്യയിലാണെങ്കിലും Even though you are living in India, നീ ജീവിക്കുന്നത് അമേരിക്കയുടെ പ്രതിനിധിയായിട്ടാണ്. you are living as a representative of the American government. നിനക്ക് ഞങ്ങൾ കാർ തന്നിട്ടുണ്ടായിരുന്നു, You've given your car, നിനക്ക് ഞങ്ങൾ പല ഫെസിലിറ്റികൾ you've തന്നിട്ടുണ്ടായിരുന്നു. given you a lot of നീ facilities, അവിടെ പോയിട്ട് and you went over there, നമ്മുടെ പാവപ്പെട്ട ഇന്ത്യക്കാരുടെ സൈക്കിൾ ചവിട്ടിയത് and you pedaled a lot of bicycles. അവർക്ക് ഒട്ടും അംഗീകരിക്കാൻ This കഴിയുമായിരുന്നില്ല. is not something that they could tolerate. അവരതിനെ കണ്ടത് അവരുടെ രാജ്യത്തിന്റെ മഹത്വത്തിന്റെ കോട്ടമായിട്ടാണ്. They saw this as something that took away from the glory of the United States. കേവലം അർത്ഥമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി, ഞാൻ ആവർത്തിക്കുന്നു, അർത്ഥമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി ഒരു രാജ്യമെടുത്ത നിലപാടിതാണ്. And you can see for such a small and simple thing, you see the stand that a country took. ഇന്ന് രാത്രി പറയട്ടെ, നമ്മുടെ സ്വർഗത്തിന്റെ രാജ്യം ലോകത്തിൽ ഏത് രാജ്യത്തെക്കാൾ വലിയൊരു രാജ്യമാണ്. Here once you have to realize that the kingdom of heaven is much bigger and much more powerful than any kingdom on earth. ഞാൻ ഈ കർത്താവിന്റെ വേലയ്ക്ക് വന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിനേക്കാൾ പിണങ്ങരുത്, ഇതിനേക്കാൾ അന്തസ്സുള്ള ഒരു ജോലി ശരിയായി ചെയ്താൽ വേറെയില്ല. And dear brother has come into this because he feels and he strongly believes that
there is no more glorious or greater job than being an evangelist. ഒരിക്കല് ഒരാൾ എന്നോട് പറഞ്ഞു, At what point somebody who told me, ഞങ്ങൾ തന്നെ പോലെയല്ല, we are not like you. ഞങ്ങളൊക്കെ ജോലി ചെയ്ത് അന്തസ്സായി ജീവിക്കുന്നവരാണ്. We are people who work very hard and live with a lot of prestige. താനൊരു പുസ്തകം പഠിച്ചുകൊണ്ട് നടക്കുക. You walk around carrying a book. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, And he told me, ഇനി ഒരു 100 ജന്മമുണ്ടെങ്കിലും ഈ പുസ്തകം പിടിച്ചുകൊണ്ട് ഞാൻ നടക്കുള്ളൂ. even if he has 100 more births, he will still carry the same. അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വം മനസ്സിലാക്കുമ്പോഴാണ് ഈ ഭൂമിയിൽ നാം സുവിശേഷത്തിന് യോഗ്യമായ മണ്ണ് ജീവിക്കാൻ കഴിയുക. It's only when you understand the glory of the kingdom of heaven that you can live a life worthy of the. എന്റെ കഥാവാര, Who is my Lord? എന്റെ ദൈവത്തിന്റെ മഹത്വം എന്താ? What is the glory of my Lord? എനിക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന രാജ്യത്തിന്റെ ശ്രേഷ്ഠത എന്താ? What is the glory that is being prepared in ദൈവം ശില്പിയായി പണിഞ്ഞ നഗരം, the city that the Lord has built for us? ദൈവം ശില്പിയായി പണിഞ്ഞ അടിസ്ഥാനമിടുന്ന ആ നഗരം, The foundation and the city that the Lord has built for us? വിശുദ്ധ ദൂതന്മാരുള്ള ആ നഗരം, That city which has angels in it? സകലത്തിന്റെയും അധിപനായ മഹത്വവാനായ ദൈവം വസിക്കുന്ന ആ സ്വർഗത്തിന്റെ രാജ്യം, That kingdom where the King of all glory, our Lord, is there. ആ രാജ്യത്തിന് അതിന്റെ ഒരു മാനുവൽ ഉണ്ട്, അതിന്റെ ഒരു ക്രമമുണ്ട്, That kingdom has a manual, it has an order that has to be followed. അതിന്റെ ഒരു ഗ്രേറ്റ്നെസ് ഉണ്ട്, മഹത്വമുണ്ട്. There is a greatness and a glory that is there. ആ മഹത്വം ഭൂമിയിൽ കാക്കുവാനാണ് നമ്മളെ കർത്താവ് ലോകത്തിൽ വെച്ചിട്ടുള്ളത്. And the Lord has kept us over here on this earth so that we may be safeguarding that glory and that kingdom. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ഏത് വിഷയത്തെക്കാളും നിങ്ങളുടെ ജീവിതത്തില് ഏറ്റവും വലുതായി ദൈവരാജ്യത്തെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ശരിയായി ജീവിക്കാൻ കഴിയുക തന്നെ ചെയ്യും. And when you see the glory of the kingdom of the Lord, you will be able to live a life that is worthy of that in the right manner. എന്നാൽ പിശാച് എന്താ ശ്രമിക്കുക? And what is Satan trying to do? പിശാച് സ്വർഗത്തെ പറ്റിയുള്ള അതിന്റെ മഹത്വത്തെ പറ്റിയുള്ള ദൈവത്തിന്റെ മഹത്വത്തെ നമ്മുടെ കണ്ണിന് മറയ്ക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. And what is Satan trying to do? He tries to make that glory dimmer. He tries to block that vision for us. ഇന്ന് രാത്രി അങ്ങനെ ഒന്ന് വന്നാൽ നാം പാപം ചെയ്യുന്നവരായി തീരും. And when something like that happens, we are people who become servants to sin. സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കുക എന്നാൽ രണ്ടാമത്തെ അർത്ഥം ഇതാണ്, അത് ദൈവത്തിന്, ദൈവരാജ്യത്തിന്, ദൈവമഹത്വത്തിന് അനുസൃതമായി നമ്മുടെ ജീവിതത്തെ അങ്ങോട്ട് വിട്ടുകൊടുക്കുക. ദൈവം അത് ചെയ്യുന്ന ദൈവമാണ്. And that we have to live our lives in accordance to the kingdom of God, according to His glory and according to His nature. അതെ, ഇത് നടക്കുന്ന വിഷയമാണോ? Is this actually really ഈ happening? ദൈവത്തിന്റെ രാജ്യത്തിന്, ദൈവത്തിന്റെ മഹത്വത്തിന്, ദൈവത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയുമോ? Can we live according to His kingdom, according to His glory, according to His nature? കഴിയുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉയർത്താം. How many of you are able to believe that? അയ്യോ, പകുതി പേരും പൊക്കുന്നില്ല, പൊക്കിയവരൊക്കെ പകുതിയെ പൊക്കുന്നുള്ളൂ. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. And dear brothers, saying that only half of the people are listening. നമ്മുടെ ജീവിതത്തില് ഒന്ന് പൊക്കാൻ പോലും കഴിയുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ അങ്ങനെ ജീവിക്കുന്നത്. How can you live your lives without your പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിനെ ശരിക്കും ഒന്ന് കാണാൻ നമ്മൾ പ്രാർത്ഥിക്കുക. Let us open our, let us pray that we can see our eyes. സുവിശേഷ വിരോധികളുടെ മധ്യയിലൊക്കെ നിന്ന് ഞങ്ങൾ പ്രസംഗിക്കുകയാണ്. We speak in the midst of people who don't believe in the gospel. ഒരിക്കൽ ഒരു സ്ഥലത്ത് 17 അമ്പലങ്ങളുടെ നടുക്കിൽ നിന്നാണ് പ്രസംഗിച്ചത്. ജോർജ് പീറ്റർ എന്നുള്ള സ്ഥലം. There was a place where the George Peter was there, and they were standing in the middle of 17 temples. സുവിശേഷ വിരോധികൾ ഇങ്ങനെ നിരന്നു നിൽക്കുന്ന ആ രാത്രി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. And there were many people who were against the gospel standing over there. ഞാൻ അന്ന് ആദ്യത്തെ രാത്രി 3 ദിവസം 3 വിഷയമാണ് സംസാരിക്കേണ്ടത്. And on that night they had to speak about 3 different topics. പക്ഷെ 3 ദിവസവും ഒരൊറ്റ വാക്യം തന്നെയാണ് സംസാരിച്ചത്. For those 3 days they spoke about one topic. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. John chapter 3 verse 16. ആ വിഷയം സംസാരിക്കുമ്പോൾ യേശു മാത്രം ദൈവമാണെന്നും യേശു ക്രിസ്തുവാണ് മഹത്വമുള്ളവനെന്നും പറയുമ്പോൾ ദൈവത്തിന്റെ സന്നിധി പറയട്ടെ, എനിക്ക് എത്രത്തോളം സന്തോഷം തോന്നിയ ഒരു രാത്രിയില്ലായിരുന്നു. And there's no other night that gave us such pleasure to speak that Jesus Christ is the Lord and He is the one who is worthy of all glory. ശത്രുക്കളുടെ മധ്യേ നിൽക്കാൻ പറ്റണമെങ്കിൽ, If you have to stand in the midst of your enemies, സഭയിൽ പ്രശ്നം വന്നാൽ നിങ്ങൾ മൗനമായിരിക്കാൻ കഴിയണമെങ്കിൽ, if there is a problem in your church, you should be silent. നമ്മുടെ സ്വയം ചാകണമെങ്കിൽ, If you have to sacrifice yourself, നമ്മളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ദൈവത്തെ ഓർത്ത് നാം ധ്യാനിക്കേണ്ടതിന് ആകേണ്ടതിന്, if you are in the midst of trouble and you have to meditate, നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന റിസൾട്ട് ഉണ്ടാകേണ്ടതിന്, സ്തോത്രം, if there has to be the result that the Lord desires in us, ഇന്ന് രാത്രി ഈ ഒരു മാറ്റം ഉണ്ടായെങ്കിലേ സാധിക്കത്തുള്ളൂ. and this can happen only if there is a transformation, that change within you, എന്നെ വിളിച്ച ദൈവത്തിനനുസരിച്ച് ഞാൻ ജീവിക്കും. that I will live in accordance to the life that the Lord ആ has given me, രാജ്യത്തിനനുസരിച്ച് ഞാൻ ജീവിക്കും. that I will live according to the kingdom ആ of God, മഹത്വത്തിനനുസരിച്ച് ഞാൻ ജീവിക്കും. that I will live according to His glory. ഇന്ന് അങ്ങനെ ചിന്തിക്കുന്നില്ലെങ്കിൽ, Today, if you are not thinking like that, അന്ന് അവിടെ ചെല്ലുമ്പോൾ that day when you go there, നാം ലജ്ജിതരായി തീരും എന്ന് മറക്കരുത്. please don't forget that you will be ashamed when you stand in front of the Lord. കാരണം അങ്ങനെ ജീവിക്കാൻ വേണ്ടി
because he has called you to live according. അവരുടെ ജീവൻ വരെ കൊടുത്ത അനേക രക്തസാക്ഷികളോടൊപ്പമാണ് നാം പ്രതിഫലത്തിൽ നിൽക്കാനായിട്ട് പോകുന്നത്. Please remember that we are going to be standing along with so many people who have given up their lives to live according to the kingdom. സഭയുടെ ചരിത്രത്തിൽ ഒരു ബാലനെ പറ്റി ഞാൻ വായിച്ചിട്ടുണ്ട്. എന്റെ ഹൃദയത്തിൽ ചിന്തകൾ മറ്റു തരത്തിൽ ദൈവാത്മാവ് നിറയ്ക്കുന്നു. In the history of the Lord, we have heard, in the history of the church, we heard about a young boy. ആ കുഞ്ഞ് രക്തസാക്ഷിയാകുമ്പോൾ 7 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. When he was a martyr, he was only 7 years old. അവന്റെ അമ്മയെ കൊണ്ട് അവിടെ ആ രക്തസാക്ഷിയാകുന്ന സമയത്ത് ഒരു ജയിലിൽ ഇവനെ കാണാൻ പറ്റുന്ന ഇട്ടിട്ടുണ്ടായിരുന്നു. And his mother was put in a manner where they could see this young boy. ആദ്യം അവർ ആ കുഞ്ഞിനോട് പറഞ്ഞു അവൻ അത്രേ അറിവുള്ളൂ, യേശുവിനെ തള്ളി പറയാനായിട്ട് അവർ ആവശ്യപ്പെട്ടു. റോമൻ പടയാളികൾ അവനോട് ആവശ്യപ്പെട്ടു. First the Romans told him, discard or abandon your Jesus Christ. അവന്റെ അമ്മ അവിടെ നിന്ന് പറഞ്ഞു, മോനെ പാടില്ല, ഈ കഷ്ടം വേഗം തീരും, യേശു അപ്പച്ചൻ നമ്മളെ വീണ്ടെടുത്തവനാണ്, ആ കുഞ്ഞിന് വലിയ അറിവൊന്നുമില്ല. So his mother screamed, don't do that, don't do this will pass, the Lord will redeem us. ആ കുഞ്ഞ് ഉറക്കെ പറഞ്ഞു, യേശു അപ്പച്ചനെ ഞാൻ സ്നേഹിക്കുന്നു. The child screamed, I love Jesus Christ. അവരെ പലതരത്തിൽ ഉപദ്രവിച്ചു. They tried to hurt him in many ways. ഈ അമ്മയുടെ വിശ്വാസം തള്ളി പറയിക്കാൻ ഈ ബാലനെ ഉപദ്രവിച്ചവരോട് ശ്രമിച്ചു. They tried to get the mother to abandon her faith. പക്ഷേ ആ അമ്മയും കുഞ്ഞും അങ്ങനെ തന്നെ നിലനിന്നു. That mother and that child stood firm in their faith. ചരിത്രത്തിൽ എഴുതിയ ഒരു സംഭവമുണ്ട്. There's something mentioned in history like അവർ ആ പിഞ്ചു കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് ഈ സ്കിന്ന് മുഴുവൻ പച്ചയ്ക്ക് അവർ പറിച്ചെടുത്തു. they said they flayed the skin of that young boy. ആ അമ്മ വിളിച്ചു പറഞ്ഞു, മോനെ ഇത് വേഗം തീരും, നീ പറയണം കർത്താവിനെ സ്നേഹിക്കുന്നു. The mother said, this will get over very quickly. Say that you love me. ആ കുഞ്ഞിന്റെ ചോരയൊലിക്കുന്ന തൊലിയറ്റ ആ ശരീരത്തില് And then they were looking at that flayed skin of that boy. ചരിത്രത്തിൽ ഇങ്ങനെ പറയുന്നു, അവർ ഉപ്പും മുളകും വിതറി. That they threw salt and chilies on it. കണ്ടു നിന്ന ആളുകൾക്ക് സഹിക്കുവാൻ കഴിയാതെ ഒടുവിൽ അവനെ കൊന്നു കളഞ്ഞു. And those who were watching could not tolerate the pain and they killed that boy. എന്തിനാവും മരിച്ചത്? Why did he die? ഒറ്റ കാര്യത്തിനാ, For one thing, സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കാനാ, to live a life worthy of the gospel. ദൈവത്തിന്റെ രാജ്യത്തിന്റെ അന്തസ്സിനൊത്തവണ്ണം ജീവിക്കാനാ, To live a life worthy of the kingdom. ദൈവ മഹത്വം കാക്കാനാ, To guard the glory of God. ദൈവത്തെ പ്രസാദിപ്പിക്കാനാ. To keep the Lord happy. ഞാൻ ചോദിക്കട്ടെ, ആ കുഞ്ഞിനോടൊപ്പം ഇന്ന് രാത്രി പ്രതിഫലം വാങ്ങാൻ നിൽക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? And today, dear brothers, asking, do you feel that you have the courage to stand in a line along with that child to take the rewards from the Lord? ഇതാണ് സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കുക എന്ന് പറഞ്ഞാൽ. Is this what it means to live worthy of the Lord? സുഖത്തിൽ മാത്രമല്ല, Not only in comfort, ദുഃഖങ്ങളില്, but even in sorrow, പ്രയാസങ്ങളില്, in difficulties, അനേകം മുടാപ്പുകൾ നമ്മുടെ മുൻപിലേക്ക് വന്നു കയറുമ്പോൾ when there are various disturbances in front of us. ഒരു വിശ്വാസി പറയുക, കർത്താവേ ഞാൻ ഇങ്ങനെ ജീവിക്കും, ഞാൻ ഇങ്ങനെ മാത്രമേ ജീവിക്കുകയുള്ളൂ. But the believers say, this is how I live, this is only how I live. അതെ, ഇത് പറഞ്ഞ അപ്പോസ്തലനായ പൗലോസും കൂട്ടുകാരും ഇങ്ങനെ ജീവിച്ചു. And did Apostle Paul live like this? അത് നമുക്ക് ഇതേ അധ്യായം 1 തെസ്സലോനിക്കർ 2 അധ്യായത്തിലേക്ക് വരുമ്പോൾ മലയാളത്തിൽ 10-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. And we can see that in verse 10 when we come into that. അവിടെ ഇങ്ങനെ വായിക്കുന്നു, വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായും എത്ര നീതിയായും എത്ര അനന്യമായും നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. They said over here that you are witnesses, and so is God, of how holy, righteous, and blameless we were among you. അവിടെ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. Just look at pay attention to what is mentioned. ദൈവത്തിന് യോഗ്യമാവണ്ണം നടന്ന ഒരു വിശ്വാസ വീരന്മാരുടെ ചരിത്രം അവിടെ എഴുതിയിട്ടുണ്ട്. There is a details of people who live worthy of that faith. അവിടെ പറയുന്നു, നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ നടന്നു. That we walked among you. എങ്ങനെ നടന്നു? How did we walk? ഈ പറയാൻ പോകുന്ന വിധത്തിൽ നടന്നു. The manner like this. അല്ലെങ്കിൽ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടന്നു. In a manner worthy of the gospel. അവർ ശുശ്രൂഷിച്ച ആ സഭകളിലെ വിശ്വാസികളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ നടന്നു എന്ന്. And it is saying that among the people like you, as witnesses to you, we walked among you. ഇന്ന് രാത്രി എത്ര പേർക്ക് നമ്മൾ ഉൾപ്പെടുന്ന സഭകളിൽ കള്ളം പറയാതെ അങ്ങ് സാക്ഷി പറയാം? Today, how many of us can stand in front of our churches and say a testimony like that? നമ്മൾ അനേകം സാക്ഷ്യം പറയുമ്പോൾ ഒത്തിരി കള്ളം പറയാൻ സാധ്യതയുണ്ട്. കള്ളം മാത്രമാണ് ഒരു സാക്ഷ്യത്തിലൊക്കെ പറയുന്നത്. There are many people who testify a lot of lies. അങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവരെ മിണ്ടുകയില്ല. And when somebody tells lies, others keep quiet. രണ്ട് കാര്യം കൊണ്ടാണ് മിണ്ടാത്തത്. There are two reasons why they ഒന്ന്, don't. അടുത്ത കള്ളം ഞാനും പറയാൻ പോകും, അതുകൊണ്ടാണ്. Because the other person is also going to stand up and say this. രണ്ടാമത്തെ കാര്യം എങ്ങനെ പറയും, പോട്ടെ അവൻ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന കാര്യം അതിനകത്തുള്ള പ്രശ്നം ഉണ്ടാക്കണ്ട. And they think, why create a conflict? പക്ഷെ ഇവിടെ പറയുന്നു അങ്ങനെയല്ല, ഞങ്ങൾ നടന്നു, നിങ്ങളുടെ ഇടയിൽ നടന്നു, സഭയ്ക്കുള്ളിൽ നടന്നു. And
what is said over here is that we walk like this among you in front of the church. അതായത് ഞങ്ങളെ അറിയാവുന്ന, ഞങ്ങളുടെ ജീവിതം അറിയാവുന്ന, ഞങ്ങളെ എപ്പോഴും കാണുന്ന, നന്നായി മനസ്സിലാക്കാവുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ നടക്കുമ്പോ നേരോടെ നടന്നു എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. And what they are saying is that we walked as witnesses, as you have seen how we walked among you. അതിന് ഒത്തിരി വില കൊടുക്കേണ്ടി വരും. And they have to pay a mighty price for that. നമുക്ക് ന്യായമായി ലഭിക്കേണ്ട പല കാര്യങ്ങളും ലഭിക്കാതെ വരും. Many things that we should rightfully get, we will not get. പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അതിന് നിങ്ങളും സാക്ഷികളാണ്. പിന്നെ ആരും സാക്ഷിയാ? ദൈവവും സാക്ഷിയാണ്. And that is what Apostle Paul says. You are witnesses and so is God. ഇന്ന് രാത്രി സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടന്നാൽ ദൈവം സാക്ഷിയായി ജീവിതത്തിൽ വരും. സ്തോത്രം. When we walk worthy of the Lord, then our worthy of the gospel, then our Lord will come as a witness for us. അതിന് ഇങ്ങനെ പറയട്ടെ, When we explain like this, നമ്മുടെ ജീവിതം കണ്ട് ആളുകൾ കർത്താവിനെ അറിയും. when people see our lives, they will know the Lord through us. 1000 പ്രസംഗങ്ങളെക്കാൾ ഉത്തമമാണ് നമ്മുടെ ജീവിതം കൊണ്ടുള്ള സാക്ഷ്യം എന്ന് പറയുന്നത്. They say that instead of 1,000 speeches, it is much more worthy to live a life. ഞാൻ 10ാം വാക്യത്തിലേക്ക് ഒന്ന് കടക്കാൻ പോവാണ്. ഒരുപക്ഷെ അത് ഇന്ന് തീർന്നില്ലെങ്കിൽ ബാക്കി നാളെ തുടരുന്നതാണ്. Let me just get into verse 10 like this. അവിടെ 3 കാര്യങ്ങൾ എടുത്തു പറയുന്നു, എങ്ങനെയാണ് ദൈവത്തിന്റെ മഹത്വത്തിനും രാജ്യത്തിന്റെ മഹത്വത്തിനും അനുസരിച്ച് ജീവിച്ചതെന്ന്. And they say 3 particular aspects that are mentioned over here as to how you live a life. ഒന്ന്, ഞങ്ങൾ എത്ര പവിത്രമായി, എത്ര ഡിവോട്ട്ലി, എത്ര പവിത്രമായി നടന്നു എന്നുള്ളതാണ്. They say, see how we walked holy. ഞാൻ അത് പിന്നീട് വിശദീകരിക്കാം. We will explain the details. ഒന്ന്, ഞങ്ങൾ പവിത്രമായി നടന്നു. That we were walking holy. അത് ഭക്തിയുള്ള ഒരു ജീവിതത്തെ കാണിക്കുന്നു. It talks about a life full of faith. ഈ പവിത്രത എന്ന് പറഞ്ഞാൽ അത് ആ വാക്കിൽ തന്നെ ഒരു പവിത്രതയുണ്ട്. And when we talk about that word holy itself, it defines everything. നമ്മൾ പാടാറുണ്ട്, ഹോളി 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 ലോർഡ് ഗോഡ് ഓൾമൈറ്റി. We sing that song, holy 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 Lord. ഞാൻ അങ്കമാലിയിൽ കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ, നെടുമ്പാശ്ശേരി ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ഇടയ്ക്ക് താമസിച്ചത് ബ്രദർ എന്നറിയാം, മേക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇല്ലെങ്കിൽ അടുത്ത വർഷം ഞാൻ കൂടെ കാണിച്ചു തരാം. Dear brother was staying in a place called Meerkat next to Angamali. അദ്ദേഹം അവിടെ ജനിച്ചു വളർന്നതാണ്, ഞാൻ വന്നതാണ്. അദ്ദേഹത്തോട് അങ്ങനെ പറയുന്നത് തന്നെ ഒരു തെറ്റാണെന്ന് എനിക്കറിയാം. കുഴപ്പമില്ല. അപ്പം ഈ മേക്കാട് ഞാൻ താമസിക്കുന്ന ഒരു പള്ളിയുടെ അടുത്താണ്. And they were staying near a church near Meerkat. ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം. Anyway, ഈ പള്ളിയുടെ അടുത്ത് താമസിക്കുമ്പോൾ അവിടെ ഈ പള്ളിയിൽ ഈ കുർബാനയുണ്ട്. കുർബാന അവരുടെ they have the church services that are going on over ഈ കുർബാന വരുമ്പോഴല്ല ഞാൻ അറിയാതെ എഴുന്നേറ്റ്. there. And when the church service happens, dear brother also stands up. എന്താ കാര്യം എന്ന് അറിയാം? Why is it that he stands? അവരുടെ ഉപദേശത്തോട് യോജിപ്പെട്ടായിട്ടൊന്നുമല്ല. It is not because he was agreeing with the. അവർ പറയും, ബലവാനേ നീ പരിശുദ്ധനാകുന്നു. They say, mighty one, you are holy. അച്ഛൻ ഉറക്കെ പറയച്ച, കർത്താവേ നീ പരിശുദ്ധനാകുന്നു. And they say, holy one, you are Lord, you are holy. വിശുദ്ധനായവനേ നീ പരിശുദ്ധനാകുന്നു. Holy one, you are holy. ഇവര് പറയുന്ന കാര്യം എന്റെ ദൈവത്തെ പറ്റിയാണെന്നുള്ളത് കൊണ്ട് അവർ പറയുമ്പോഴെല്ലാം ഞാൻ നാഴികയ്ക്ക് 40 തൊട്ട് എഴുന്നേറ്റുകൊണ്ടേ. And whenever they say something about the Lord, your brother also stands up because he understands what he says. അവർ ഏറ്റവും ഒടുവിൽ ഒരു കാര്യം പറയും, ദൈവമേ നീ പരിശുദ്ധനാകുന്നുവല്ലോ. And then they say, Lord, you are mighty and precious, holy. അത് കേൾക്കുന്നതാണ് അതിന്റെ രസം എന്ന് പറയുന്നത്, അന്തസ് എന്ന് പറയുന്നത്. Listening to that is truly the best part of it. ഇന്ന് രാത്രി ഒരു വിശ്വാസി സുവിശേഷത്തിന് യോഗ്യമാവണം നടക്കേണ്ടത് പവിത്രമായ ഒരു ജീവിതമാണ്, ഭക്തിയുള്ള ഒരു ജീവിതമാണ്. Today we have to realize that a believer has to walk in a life that is holy. തന്നെയുമല്ല, നീതിയോടുകൂടെ ജീവിക്കണം. Not only that, he has to live a life that is righteous. ഒരിക്കലും അനീതിയായത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. We should not do something that is not righteous. ഞാൻ ഒരിക്കൽ ഓർക്കുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ ഈ ചിന്ത എന്റെ മാതാപിതാക്കന്മാർ പണ്ടേ തന്നായിരുന്നു, 1 രൂപ പോലും ദൈവത്തിന് ഇറക്കാത്ത കയ്യിൽ വരരുത്. And right from his youth, his parents used to say, do not do something that the Lord does not permit. എന്റെ പിതാവ് കർത്താവിന്റെ വേല അടൂരിൽ ചെയ്യുന്ന സമയത്ത്, and when his father was working as an evangelist in Adur, എനിക്ക് കിട്ടിയ ഒരു പ്രാക്ടിക്കൽ ലെസൺ ആണ് ഞാൻ പറയുന്നത്. it is a practical lesson that he got. അന്ന് ഞങ്ങൾ അവിടെയുള്ള ഒരു കടയിൽ നിന്ന് കുറെ സാധനങ്ങൾ വാങ്ങിച്ച കൂട്ടത്തിൽ വീട്ടിൽ വന്നപ്പോൾ നമ്മൾ പറയാത്ത ഒരു ചെറിയ 5 രൂപയുടെ കപ്പലണ്ടി മിഠായികൾ. And when they bought some things and came back home, they found that there's a packet of candy over there which is worth about 5 rupees. ഇത് എടുത്ത് പുറത്ത് വെച്ച് അറിയാതെ ഞാൻ അങ്ങ് കഴിച്ചു പോയി. And your brother ate that when he took it out. എന്റെ പിതാവ് പറഞ്ഞു, ഇപ്പൊ പോകണം, ഈ രാത്രിയിൽ പോയി ആ കട അടച്ചിട്ടില്ല, ആ കടയിൽ പോയി ഈ കവർ നീ കൊണ്ട് കാണിച്ചിട്ട് എന്റെ പേയ്മെന്റ് കൊടുത്ത് സോറി പറഞ്ഞിട്ട് വരാം. And his father said, you have to go in the middle of the night, go there before the shop closes. ആ കടക്കാരന് ഞങ്ങളെ അറിയാം. The shop owner knows that. ഞാൻ അവിടെ ചെന്നു. He went there. അവര് പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾക്കറിയാം, നിങ്ങൾ കർത്താവിന് നിരക്കാത്തത് ചെയ്യാത്തവരാണെന്ന് ഞങ്ങൾക്കറിയാം. We know your testimony is that you will not do something that is not worthy of the Lord. 5 രൂപയ്ക്ക് വേണ്ടി 50 രൂപയുടെ പെട്രോൾ കത്തിക്കേണ്ട ആവശ്യമുണ്ടോ?
And they asked him, do you have to spend 5 rupees? Do you have to spend 50 rupees? സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കണമെന്ന് തീരുമാനിച്ചാൽ അത് നീതിയുടെ ജീവിതമാണ്. ഒരു അശുദ്ധിയും നിന്റെ കരങ്ങളിൽ ഉണ്ടാകരുത്. And when you decide to live a life worthy of the gospel, there should not be any impurity in your hands. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നിരക്കാത്ത എന്തെങ്കിലും കോംപ്രമൈസിംഗ് ആയ കാര്യങ്ങൾ ഇന്ന് രാത്രിയിൽ ഉണ്ടോ എന്ന് ഓരോരുത്തരും പരിശോധിക്കുക. Each one of you has to examine whether there is something in your life that is not worthy of the gospel of God. ഞാൻ എടുത്തൊരു കാര്യം പറയാം. Let me ask one more thing. ദൈവം ചില കാര്യങ്ങൾ പ്രവർത്തിക്കാത്തതിന്റെ കാരണം There is one reason why God does not act in some ways. നമ്മൾ അനേക വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ട് There are many years when we pray for something. ബ്രദറെ ആ കട അടൂരിൽ നിന്ന് വന്ന ബ്രദറെ ആ കട ആശാ ഫാൻസി ആയിരുന്നു, മനസ്സിലായോ? മുമ്പിലേ പറഞ്ഞു Okay. ഞങ്ങൾ പഴയ കൂട്ടുകാരാ. They were all. അപ്പൊ ഒരു കാര്യം പറയട്ടെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ പലതും പ്രവർത്തിക്കാത്ത എന്താ? Why is it that the Lord does not work in many aspects of your life? എല്ലാം അങ്ങനെയാണെന്നല്ല, ചിലതെന്നാ ഞാൻ They പറഞ്ഞത്. are not all things, but some things. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നു, പക്ഷെ ഒന്നിനും But we ask for many things, but there is no answer for many. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷെ ഒന്നും വരുന്നില്ല റിസൾട്ട്. We do many things, but the result does not happen in many things. നീതിയല്ലാത്ത ഏതെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ അത് നിലനിൽക്കുന്നെങ്കിൽ ദൈവം പ്രവർത്തിക്കുന്നില്ല. If there is something that you are doing which is not righteous, then the Lord will not act. സംഗീതക്കാരൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. There is something the psalmist says. ദൈവമേ, മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ പോക്കി എന്നെ ശുദ്ധീകരിക്കണമേ. He says, dear Lord, please cleanse me from the hidden sins that are there and purify me. എന്തോ ഹിഡൻ സിൻസ് അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന പാപം എന്ന് പറഞ്ഞു. What are the hidden sins? പാപമാണ് നമുക്ക് തോന്നാത്ത കാര്യങ്ങൾ. There are many sins that we do not think as sins. നമ്മൾ പണ്ട് അത് ചെയ്തു, ഒരു വാക്കായിരിക്കാം, ഒരു ചിന്തയായിരിക്കാം. There are many things that you have done, maybe by thought or by act. ഈ ചിന്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ന് രാത്രി ചിന്തയിലേക്ക് പോയാൽ നിങ്ങൾ എന്നെ പറ്റി ചിന്തിക്കും, അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. So we are not going to the thought aspect tonight, so we are not going to start with that. പക്ഷെ ആ ചിന്ത ദൈവമായില്ല. But our Lord knows these thoughts. നാം പണ്ട് ചിന്തിച്ച ചിന്ത അത് പാപത്തിലുള്ളതായിരുന്നു. Earlier we used to think thoughts that led us to sin. മനുഷ്യരായതുകൊണ്ട് നമ്മൾ അത് മറന്നുപോയി. Because we were men, we stopped പക്ഷെ thinking. ദൈവം നമ്മളെ പറ്റി വിശുദ്ധി ആഗ്രഹിക്കുന്നുണ്ട്. But our Lord desires purity in our life. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, നാം ദൈവത്തിന്റെ ആത്മാവിന് കീഴടങ്ങുമ്പോൾ, So when we submit ourselves to the Holy Spirit, കീഴടങ്ങിയാലേ അത് ഉണ്ടാവത്തുള്ളൂ, അത് വേറെ വിഷയം. and it's only when you submit yourselves to the Holy Spirit. ഒന്നും ചിന്തിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. If you don't think, nothing is going to happen. ദൈവമേ എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഇപ്പൊ പറയാൻ പോകുന്ന ഉണ്ടാവത്തുള്ളൂ. And only those who say that Lord purify me, that is അല്ലെങ്കിൽ desire. കൂട്ടത്തിൽ ഇങ്ങനെ അങ്ങ് പോയാൽ ഒന്നും തോന്നുകയില്ല. ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നത്, ഇയാൾക്ക് വരെ പണിയൊന്നും ഇല്ലെന്ന് മാത്രമേ ഇന്ന് രാത്രി ചിന്തിക്കാൻ പോകുന്നുള്ളൂ. There are many who think, what is the brother talking about? What is he talking about? പക്ഷേ എന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണം. ഞാൻ കർത്താവിന്റെ ആത്മാവിനെ എന്റെ ജീവിതത്തെ കൊണ്ടുവരുമ്പോൾ, But there has to be a transformation in my life as I bring the Spirit of God into my പല life. വർഷങ്ങൾക്ക് മുൻപ് നീ പറഞ്ഞ ആ വാക്ക്, നിന്റെ ആ ചിന്തയിലെ പാപം മറഞ്ഞു കിടക്കുക. ഇന്ന് നിനക്കത് ഓർമ്മയില്ല, പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് അത് വീണ്ടും നിന്നെ ഓർമ്മിപ്പിക്കും. But the sin that you did many years before that is lying hidden, the Holy Spirit will remind you about that. അങ്ങനെ വരുമ്പോൾ മാത്രമേ അത് നീതിയുള്ളതായി തീരത്തുള്ളൂ. And only when that happens, does it realize that that it has to be righteous. അതാണ് സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കുക പറഞ്ഞാൽ. That is why it says you have to live your life worthy of the gospel. നീതിയല്ലാത്തതെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ എടുത്തു കളഞ്ഞ് അതിനെന്ത് വില കൊടുക്കേണ്ടി വന്നാലും അതിനെ ഉപേക്ഷിക്കുന്നതാണ് സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രമുള്ള ജീവിതം എന്ന് പറയുന്നത്. That is why you say that I will remove everything that is not worthy of the gospel of the Lord, and that or living according to the gospel of Christ. അവിടെ പറയുന്ന ഒരു വാക്ക് കൂടെ പറഞ്ഞ് അതിന്റെ വിശദീകരണം ഞാൻ നാളെ തന്നുകൊള്ളാം. ബാക്കി കാര്യങ്ങൾ Let me explain further details of that tomorrow. അനിന്യമായി നടന്നു. അനിന്യമായി. That you will have to walk as blameless. ഏതോ അനിന്യമായി എന്ന് പറഞ്ഞു. What do you mean to live blameless? നിന്ദിക്കാൻ നമ്മളെ കുറിച്ച് ശത്രുവിന് ഒന്നും കൊടുക്കാതിരിക്കും. That you will not give an opportunity for the enemy to blame you. ഞാൻ താമസിക്കുന്നത് ഫാഹിൽ അസംബ്ലിയുടെ ബഹുമാനപ്പെട്ട എൽഡേഴ്സിൽ ഒരാളായ ബോബി ബ്രദറിന്റെയും സിസ്റ്ററിന്റെയും കൂടെ. Dear brother stays along with dear brother Bobby and Fahid brothers. ഇങ്ങോട്ട് വരാൻ നേരത്തെ ഞാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. And when you are coming here, we are talking about. അതിനോട് ബന്ധപ്പെട്ട് ഞാനൊരു കാര്യം പറയട്ടെ. And let me talk about one thing. പണ്ട് ഞാനൊരു സ്ഥലത്ത് ശുശ്രൂഷിക്കുകയായിരുന്നു. സ്ഥലമൊന്നും തൽക്കാലം പറയില്ല, അവരോട് പറയട്ടെ. അദ്ദേഹം പറഞ്ഞായിരുന്നു. So ഒരു സ്ഥലത്ത് ശുശ്രൂഷിക്കുക. dear brother was preaching at a particular place. നമ്മള് ഈ ചില ഷർട്ട്, ചില കോട്ടൺ ഷർട്ട് എത്ര തേച്ചാലും ചെറിയൊരു റിങ്കുകൾ കാണത്തില്ലേ? And there are some shirts that whichever how hard you iron, they're still wrinkled. അവന്റെ പ്രായം 26 വയസ്സ്. And
then your brother was 26 years old. ഞാൻ പ്രസംഗ വേദിയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. He's coming down the steps. ഒരു 250 പേരുടെ മുമ്പിൽ വെച്ച് 2-3 പേര് അങ്ങോട്ട് വന്നു. അവരെന്നും പ്രശ്നക്കാരാണ്. And in front of about 250 people, these people come and ask him something. ആദ്യത്തെ വാചകം, The first question they ask him, നിങ്ങൾ ഞങ്ങളുടെ സ്ഥലം സഭയ്ക്ക് അപമാനം. that you are a disgrace to our local church. എനിക്കൊന്നും മനസ്സിലായില്ല. He did not understand what he പിന്നെ was അവരുടെ saying. സ്വഭാവം അറിയാവുന്ന വിഷമവും തോന്നിയില്ല. Because he knew their nature, he did not feel bad about it. എന്താ പ്രശ്നം? What is the problem? ഈ ഷർട്ടാണ് പ്രശ്നം. He said this shirt is a problem. ഇതിലെ ആ ചുളുക്കം ഈ സഭയുടെ അന്തസ്സിന് ചേർന്നതല്ല. The wrinkles on the shirt is not worthy of the assembly that you are. He didn't have to give a reply. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചൊരു വസ്തുതയുണ്ട്. But there is a truth that the Spirit of God taught me. നീ ചെയ്യുന്നത് ശരിയായി. What you do must be blameless. ഉപദേശപരമായ വിഷയമല്ല ഞാൻ പറയുന്നത്. This is not something that is doctrine. വ്യക്തിപരമായ ജീവിതത്തിൽ എന്റെ റൈറ്റ് ആണ് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഷർട്ട് ഇടുക എന്നുള്ളത്. In his personal life, it is his right to choose what shirt he has to wear. എന്നാൽ ദൈവത്തിന്റെ നീതി എന്നോട് പറയുന്നത് മറ്റൊന്നാണ്. But the law or the righteousness talks about something else entirely. എടാവേ, നീ ഇടുന്ന ഈ ഷർട്ട് കൊണ്ട് അടുത്ത ആഴ്ച മുതൽ അവൻ യോഗത്തിന് വരാതിരിക്കുന്നതിനേക്കാൾ നല്ലത് നീ ഇടാതിരിക്കുന്നത്. If because of the shirt you're wearing, somebody does not come to church next week onwards, don't wear it. അത് തന്നെയുമല്ല, ഇനിയും അടുത്ത ആഴ്ച മുതൽ നീ ഇത് ഇട്ടാൽ ഇവൻ ഇത് മാത്രമേ നോക്കിയിരിക്കുന്നു. And next week onwards, if you wear, then this guy will essentially focused only on the shirt. അപ്പൊ ഞാൻ ശരി തെറ്റല്ല അവിടെ പരിശോധിക്കുന്നത്. He is not being questioned on whether he is right or wrong. സുവിശേഷത്തിന് യോഗ്യമാവണ്ണം എന്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ ശത്രുവിന് പറയാനുള്ള ഒരു അവസരം ഞാൻ കൊടുക്കാതിരിക്കുക. But we have to be careful that the enemy does not have an opportunity to blame us on anything that makes us unworthy of the gospel. അവരെ സാക്ഷി നിർത്തി ഞാൻ അവരോട് ഒരു വാക്ക് പറഞ്ഞു. And keeping them as witnesses, he mentioned a word over ഞാൻ them. ഈ സ്ഥലത്ത് ജീവിക്കുന്നിടത്തോളം ഞാൻ ഷർട്ട് ഇടുകയില്ല. As long as I live here, I will not wear the shirt. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഷർട്ടാണ്. It was a very precious ഞാൻ shirt. ആകപ്പാട് ഒരു പ്രാവശ്യം ഇട്ടിട്ടു. You wore it only once. പിന്നിട്ടത് നെടുമ്പാശ്ശേരി വന്നിട്ടാ. Then after that, it was only ഇപ്പോഴും ഇടാറുണ്ട്. even now he wears such a shirt. പക്ഷെ 5 വർഷം കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. കഴുകാൻ സത്യം പറഞ്ഞാൽ അതാണ് സംഭവിച്ചത്. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ എന്താണ് ഓർക്കേണ്ടത്? What is that we have to remember? നാം അനിന്യരാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിപരമായ പല അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമുക്കുള്ള റൈറ്റ്സ് ഉൾപ്പെടെയുള്ളത് തിരുനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി നാം എടുത്തു മാറ്റുകയാണ്. It means that to live a life blameless, we may have to give up on many of the rights that we take for granted and keep it away for the greater glory of God. നമ്മൾ അതിനുവേണ്ടി വാശി പിടിച്ചാലോ, If we decide to stand firm for അതിനുവേണ്ടി that, വാദിച്ചാലോ, if we try to argue for that, എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കും, അത് ശരിയാ. maybe many people may stand for us, പക്ഷെ സ്വർഗം ഒരു കാര്യം എഴുതും. but heaven will write this down. മകനെ, നിന്റെ ഷർട്ടിനേക്കാൾ വലുതാണ് എന്റെ മഹത്വം. That heaven will write that my glory is bigger than the shirt. മകനെ, നീ അത് ഇടുന്നത് കൊണ്ട് അവിടെ ഇരുന്ന് പെറുപെറുക്കാൻ ഇടയുണ്ടാകുന്നെങ്കിൽ നീ അതിന് അവസരം കൊടുക്കണ്ട. By wearing that shirt, if other people are going to blame you, don't give that നീ opportunity. ഇത് ഉപേക്ഷിച്ചാൽ നിനക്ക് ഞാൻ നിത്യതയിൽ നല്ല ഉടുപ്പുകൾ കരുതി വെച്ചിട്ടുണ്ട്. When you give up on that, don't worry, I will take care of you in the future. ഇന്ന് രാത്രി സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കലാണ്. Today, if you decide to live for the gospel, it means that there are many things that you will say, I will forsake. അതാണ് ഡേവിഡ് ലിവിങ്സ്റ്റൺ ചെയ്തത്. That is what David Livingstone did. അദ്ദേഹം താമസിച്ചത് ആഫ്രിക്കയിൽ ബക്കിംഗ്ഹാം പാലസിലായിരുന്നു. He was staying in African Buckingham Palace. ബക്കിംഗ്ഹാം പാലസിലാണ് പുള്ളി താമസിച്ചത്. For sure, he lived in Buckingham പക്ഷെ Palace. ബക്കിംഗ്ഹാം പാലസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. You know what the Buckingham Palace was in ഒരു Africa? 4 കാലെ കുത്തിയ ഒരു കുടില്. It was a hut which is in there. അതിനകത്തൊരു ചെറിയ മേശ, അത് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു മേശ. That too, a table that he built for himself. അവിടെ ഒരു ചെറിയ കലം. There is a pot over there. തന്റെ ഭാര്യയ്ക്ക് പോലും തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത കഷ്ടങ്ങൾ. It is the misery that he endured over there was so severe that his wife could not പക്ഷേ recognize. ആ കുടിലിന്റെ പേര് ബക്കിംഗ്ഹാം പാലസ്. But he called that hut Buckingham Palace. ഞാൻ ചങ്കിനകത്ത് നിന്ന് പറയട്ടെ, Let me touch my heart and say this. ഈ ഇംഗ്ലണ്ടിലെ ബക്കിംഗ്ഹാം പാലസിനേക്കാൾ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത് ആ ആഫ്രിക്കൻ വനാന്തരത്തിലെ ദൈവദാസൻ ജീവിച്ച ആ ബക്കിംഗ്ഹാം പാലസിലായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? വലിയ കഷ്ടം. Anyway, let us give glory to God that the palace called Buckingham Palace in Africa had much greater glory than all of the worldly glory that was there in London,
the real monkey. ഇന്ന് രാത്രി ദൈവത്തിന് മണ്ടന്മാരെ ആവശ്യമുണ്ട്. Today the Lord requires simple, ordinary people. ദൈവത്തിന്റെ മുൻപിൽ, ദൈവത്തിന്റെ മഹത്വത്തിന് മുൻപിൽ, ദൈവനീതിക്ക് മുൻപിൽ, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് മുൻപിൽ എന്റെയും നിന്റെയും സ്വയം താഴ്ത്തിയിറക്കി എനിക്ക് ലഭിക്കാവുന്ന അനേക കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുന്ന, സുവിശേഷത്തിന് യോഗ്യമാവണ്ണം ജീവിക്കുന്ന ധീരന്മാരെ ഇന്ന് രാത്രി യേശുവിന് ആവശ്യമുണ്ട്. The Lord requires mighty, courageous, brave people who are willing to forsake all the pleasures and comforts and the rights that you have for the sake of the Lord. ഇന്ന് രാത്രി ആ ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? Can you take that decision tonight? കർത്താവേ, ഞാൻ നിന്റെ സന്നിധിയിൽ വരുന്നു. Lord, I come into your presence. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. ശരി തന്നെയാണ്. Let us close our eyes in a moment of prayer. സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കുകയെന്നാൽ കോംപ്രമൈസിംഗ് ഇല്ലാത്ത, മാത്രം എടുത്തു കളയാത്തൊരു ജീവിതമാണ്. Living a life worthy of the gospel means to live a life without compromise. കർത്താവ്, ഇന്ന് രാത്രി എന്റെ ജീവിതത്തിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യാനിടയാകല്ലേ. Lord, I am not prepared to compromise in my life. പാപത്തോട് കോംപ്രമൈസ് ചെയ്യാനിടയാകല്ലേ. Please, Lord, allow me to compromise. കർത്താവ്, ഇന്ന് രാത്രി നിന്റെ മഹത്വത്തിനും നിന്റെ രാജ്യത്തിനും അനുസരിച്ച് ജീവിക്കാൻ, അതാണല്ലോ സുവിശേഷത്തിന് യോഗ്യമാവണ്ണമാണ് ജീവിതം. To live a life that is worthy of your kingdom and your glory, that is a life that means to live worthy of the gospel. കർത്താവ്, നിനക്ക് വേണ്ടി ചിലത് ഉപേക്ഷിക്കാൻ എന്നെ സഹായിക്കണേ. Lord, allow me to forsake many things for you. കാരണം അത് സ്വർഗത്തിന്റെ മഹത്വമാണ് എനിക്ക് വേണ്ടി ഉപേക്ഷിച്ചത്. Because you gave us the glory of heaven for me. ഇന്ന് രാത്രി ഞാൻ വരുന്നു. And Lord, we come to you. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം. ശുഭരാത്രി. താങ്ക് യു. And the Lord bless us all. Glory to God. May His name be glorified. As we desired, the Lord has really enlightened His word through dear brother. Thank you for the powerful message that is being delivered through the dear brother Jameson Thomas, and also thank you brother Anil for the timely translation that enabled us all to understand the message in a wonderful manner. Yes, the word only conduct yourself in a manner worthy of the gospel of Christ was the center of today's message. And surely we have with whole heart have a transformation and a dedication that comes along as we have concluded this day. And just before we close in prayer, let me thank each one of you for coming down and to be part of this wonderful Bible study. And tomorrow again we will have the second day of Bible study at the same premises at 7:30 onwards, and hope you will convey the same to the ones who were not able to attend today. And the third day we will be having the meeting in the sanctuary hall at 7 o'clock, not at 7:30, it will be at 7 o'clock. And welcome you all to that meeting, and also do bring the fellow believers and friends along, so that this mighty word of God will be also parted to the dear ones. And as I call upon Brother Gondy to close in prayer and to give the benediction, let me just remind the Assembly's prayer matters. Let's uphold the upcoming meetings, and also let's look upon the Lord for the sick ones, especially we will uphold Brother Kunjungal, who is still hospitalized. Also let's uphold the Brother Simon. Also let's pray for the ones who are looking out for a job, and also for the ones who are traveling.
let's pray for our children away. Also, we shall also pray for the ones who are doing their 12th board exams, especially Sean and Ruben. Let's pray for our elderly parents back in India and the children studying abroad. And let's pray for this country and our country India, as the country is going through the election phase, and for the wisdom to the voters and for the right selection of the leaders, that the persecutions may subside and freedom for gospel prevail in our land. May His name be glorified. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയപിതാവേ, അവിടുത്തെ സന്നിധാനം ചേർന്ന് വരുവാൻ തക്കോണം ഈ നിലയിൽ ഞങ്ങൾക്കൊരു സാവകാശം ലഭിച്ചതോർത്ത് സ്തോത്രം. കർത്താവേ, പകലിൻ്റെ മണിക്കൂറിൽ ഞങ്ങളെ വിവിധ നിലയിൽ അവിടുന്ന് കാത്തു സൂക്ഷിച്ചു, പരിപാലിച്ചു. ഈ സായാഹ്നവേളയിൽ രാത്രിയുടെ യാമത്തിൽ ഞങ്ങളെ ഈ മഹാരാജാവിൻ്റെ സന്നിധിയിൽ കൂട്ടിപ്പെടുവാൻ തക്കോണം അവിടുത്തെ പ്രസാദമായതോർത്ത് സ്തോത്രം. അവിടുന്ന് എത്രയോ ഉന്നതനാണ്, എത്രയോ വന്നിതനാണ്. സ്തുതികളിന്മേൽ വസിക്കുന്ന സർവവല്ലഭനായ ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യയെ വാഗ്ദത്ത പ്രകാരം ഉണ്ടായിരുന്നു ഓർത്ത് സ്തോത്രം. കർത്താവേ, അവിടുത്തെ എളിയദാസനെ അവിടുന്ന് ഈ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. കർത്താവെ, ഒരു പ്രത്യേക ഉദ്ദേശം നിറവേറ്റുവാനായിട്ടും കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ കർത്താവിൻ്റെ ഹിതം എൻ്റെ ദാസൻ കൂടെ നിറവേറ്റുവാനായിട്ടും ഈ സ്ഥലത്തേക്ക് അയച്ചതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, അത് നടപടിയായി നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ സ്നേഹത്തിനായി നന്ദി കരയേറ്റുന്നു. കർത്താവെ, ഇന്നും ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പാനുള്ള പോകണം. കർത്താവെ, ഞങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് അതിൽ അടങ്ങിയിരിക്കുന്ന ഏറിയ സത്യങ്ങളെ അവിടുന്ന് വെളിപ്പെടുത്തി തന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഞങ്ങൾ എത്രയോ പുറകിലാണ്, എത്രയോ താഴ്ന്ന നിലയിലാണെന്ന് ഞങ്ങളുടെ വിശ്വാസ ജീവിതം എന്ന് ഒരിക്കൽ കൂടെ ഓർപ്പിച്ചത് ഓർത്ത് സ്തോത്രം. ഞങ്ങളുടെ ഈ വിശ്വാസ ജീവിതം, ക്രിസ്തീയ ജീവിതം ഒരു ധന്യമായ ജീവിതമായി തീരുവാൻ തക്കോണം ഏതെല്ലാം നിലയിൽ ഞങ്ങളെ തന്നെ ക്രമീകരിക്കണം എന്നുള്ളതും അവിടുന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയതിനായി സ്തോത്രം. നാഥ, ഞങ്ങളെ നോക്കുമ്പോൾ തോൽവിയേ ഉള്ളൂ, കുറവുകളേ ഉള്ളൂ. എന്നാൽ അതിനെ അതിജീവിക്കുന്ന പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ ശക്തി ഞങ്ങൾ മേൽ പകർന്നിരിക്കുക സ്തോത്രം. അവിടുത്തെ വചനം ഞങ്ങൾക്ക് തന്നിരിക്കുക സ്തോത്രം. ഇന്ന് അവിടുത്തെ ദാസർ കൂടെ ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ ജീവിതത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണം. കർത്താവേ, ഞങ്ങൾ ക്രിസ്തുവിന്റെ അംബാസഡറായിട്ട് ഈ സ്ഥലത്ത് ആയിരിക്കുമ്പോൾ സ്വർഗത്തിന്റെ ആ മഹത്വത്തിന് അനുരൂപമായ നിലയിൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ച് മുന്നോട്ട് പോകുവാനോട് ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സ്വയം നീതിയോ ഞങ്ങളുടെ ബുദ്ധിക്കനുസരിച്ചോ അല്ല, സ്വർഗത്തിന് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഞങ്ങളെ ഈ സ്ഥലത്ത് ക്രിസ്തുവിൻ പത്രങ്ങളായി ആ ക്രിസ്തുവിൻ സ്നേഹത്തെ പ്രതിബിംബിക്കുന്ന ജീവിതങ്ങളായി ഞങ്ങളെ അവിടുന്ന് തുറന്നും എടുത്ത് ഉപയോഗിക്കണമേ, കുറവുകളെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചന കേൾവി കർത്താവെ, ആ നിലയിൽ ഞങ്ങൾക്ക് ആഹ്വാനം തന്ന ഓർത്ത് സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ജീവിതം കൂടുതൽ ധന്യമായ ഒരു ജീവിതമായി തീരുവാൻ അവിടുന്ന് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബലത്തിൽ അത് സാധ്യമല്ല, ഞങ്ങളുടെ ബുദ്ധിയിൽ സാധ്യമല്ല. അവിടുത്തെ കൃപ ധാരാളമായി നൽകി തന്ന് ഞങ്ങളെ സഹായിച്ചാണ്. അവിടുത്തെ കൃത്യനെ വിശേഷാൽ അവിടുത്തെ കരങ്ങളിൽ കരമേൽപ്പിക്കുന്നു.
ശാരീരികമായ ബലഹീനതയൊക്കെ ഉണ്ടെങ്കിൽ കർത്താവേ, ആത്മീയമായി കൊടുത്തിരിക്കുന്ന ബലത്തിനും ധൈര്യത്തിനും കർത്താവെ വിശ്വാസത്തിനുള്ള ഉറപ്പിനുമായി നന്ദിയോടെ സ്തോത്രം. തന്റെ ദാസനെ ഒരു പ്രത്യേക നിലയിലാണ് അവിടുന്ന് എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞങ്ങൾ ഓർക്കുകയുണ്ടായി. പ്രതികൂല സാഹചര്യങ്ങൾ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ, പ്രത്യേകിച്ച് നെടുമ്പാശ്ശേരിയിൽ ഒരു സഭാ സാക്ഷ്യം കർത്താവ് കെട്ടിപ്പടുക്കുവാൻ അവിടുന്ന് ഇടയാക്കി ഓർത്ത് ശത്രുക്കളുടെ മധ്യേ വിരുന്നൊരുക്കുന്ന കർത്താവ് അവരുടെ ദാസന് കൂടെ ആ നിലയിൽ പ്രവർത്തിച്ചതും അവിടെയുള്ള സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള നാടുകളിൽ ആവശ്യമായ ദൈവകൃപ നൽകി സഹായിച്ചാണ്ട് കർത്താവിന്റെ നാമത്തിനായി അവിടെ നിലകൊള്ളുവാൻ അവിടുന്ന് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ കൂട്ടിക്കൊണ്ടതിനായി സ്തോത്രം. വിവിധ നിലയിൽ കർത്താവെ സഭകളായി ഞങ്ങൾ കൂടി വരുന്നതിന് ഞങ്ങളെ ഒരേ പിതാവിന്റെ മക്കൾ എന്നുള്ള നിലയിൽ തന്നിരിക്കുന്ന അനിത്യമായ ബന്ധത്തിനായി നന്ദി സ്തോത്രം. ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി കർത്താവെ ഇവിടെ പ്രസ്താവിച്ച എല്ലാ വിഷയങ്ങളും തിരിച്ചറിയാൻ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ കൊണ്ടുവരുന്നു. വിശേഷാൽ രോഗികളായി കഴിയുന്ന, ശരീരത്തിൽ ബലഹീനരായി കഴിയുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ചാന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കൊടുത്തിരിക്കുന്ന ആശ്വാസത്തിന്റെ അളവിനായി സ്തോത്രം. കർത്താവെ, അവിടുന്ന് നിന്റെ മക്കളുടെ പ്രാർത്ഥന കേട്ട് അത്ഭുതം പ്രവർത്തിച്ചിരിക്കുകയാണ്. സ്തോത്രം. സൗകര്യം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൊടുത്തിരിക്കുന്ന ശാരീരിക ബലത്തിനായി നന്ദിയോടെ സ്തോത്രം. വിവിധമായവരും കർത്താവെ അടുത്ത വ്യാഴാഴ്ച നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ആവശ്യമായ എല്ലാ യാത്രാക്ഷേമവും നൽകി അവിടുന്ന് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെയും നാട്ടിലും വിവിധ സ്ഥാനങ്ങളായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ചുറ്റുപാടൊന്ന് വേലി കെട്ടി കാത്തുകൊള്ളുമാറാണ്. അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റണമേ. അവർ ദൈവത്തിൽ ധൈര്യപ്പെടുവാൻ, കർത്താവിൽ മാത്രം ആശ്രയിപ്പാൻ, കർത്താവിനെ പ്രതിബിംബിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിപ്പാൻ സംഗതിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കോളേജ് എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെയും അവിടുന്ന് പ്രത്യേക സഹായിക്കുമാറാണ്. മാതാപിതാക്കൾ കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ഒരു മാതൃകാപരമായ ജീവിതം നയിപ്പാൻ ആവശ്യമായ ദൈവകൃപ സഹായിക്കണം. ഇവിടെയുള്ള സഭകളുടെ ആത്മീയ വർധനവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹത്തോടെ കടന്നയച്ചാട്ടെ. നീ വീണ്ടും കാണുവരെയും അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കുമാറാണ്. വിശേഷ നാളെയും എൻ്റെ നാളും നടക്കുന്ന കർത്താവെ ബൈബിൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും കടന്നു വരുവാൻ കർത്താവെ നിന്റെ ശബ്ദം കേട്ട് ജീവിതത്തെ ധന്യമാക്കുവാൻ തക്കോണം അവിടുന്ന് സംഗതിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വവും സ്തുതിയും സ്തോത്രവും ബഹുമാനവും എല്ലാം അവിടുത്തേക്ക് അർപ്പിക്കട്ടെ. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കന്യക സ്ഥലമായ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ കൂട്ടായ്മയും സഹവാസം നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.